കുശവൻ്റെ കയ്യിൽ കളിമണ്ണ് പോലെ സൃഷ്ടാവിൻ്റെ കയ്യിൽ മനുഷ്യർ. അവിടുന്ന് തൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നു, ഇഷ്ടമനുസരിച്ച് അവർക്ക് നൽകുന്നു. പ്രഭാഷകൻ്റെ പുസ്തകം 32-ാം അധ്യായം 13-ാം വാക്യം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, നമ്മെ സംബന്ധിച്ച് ഏറെ വിഷമവും എന്നാൽ സന്തോഷവും സമ്മിശ്രമായിട്ട് കടന്നു പോകുന്ന നിമിഷത്തിലൂടെയാണ് നമ്മൾ ആയിരിക്കുക. 25 വർഷത്തോളം ഒരു മനുഷ്യായുസിൻ്റെ 25 വർഷം ഈ ഇടവകയിൽ ജീവിച്ച് നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് ജീവിച്ച് ഇവിടെ നിന്ന് മറ്റൊരു മേച്ചിൽ സ്ഥലത്തേക്ക് യാത്ര തിരിക്കുന്ന സിസ്റ്റർ അഞ്ജലിക്ക് യാത്രയപ്പ് നൽകാനാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ ആയിരിക്കുക. പലർക്കും അറിയാവുന്നതുപോലെ സിസ്റ്റർ അഞ്ജലി എൻ്റെയും ഗുരുനാഥയാണ്. ഒരുപക്ഷെ ഒരു ദൈവനിയോഗമായിരിക്കാം സ്വന്തം ഗുരുനാഥയ്ക്ക് ആ ഗുരുനാഥയുടെ യാത്രയപ്പിൽ പങ്കെടുക്കാനായിട്ട് ഇവിടെ തന്നെ സഹവികാരിയായി വരാനായിട്ട് സാധിച്ചതിൽ തമ്പുരാന് നന്ദി പറയുകയാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ആദ്യമേ തന്നെ ഈ യാത്രയപ്പ് യോഗത്തിൻ്റെ അധ്യക്ഷനായ നമ്മുടെ ഏറെ പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട വികാരിയച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. വികാരിയച്ഛനെ കുറിച്ച് പറയുമ്പോൾ ഒറ്റ വാക്കിൽ അച്ഛനെ നിർവചിക്കാനായിട്ട് പറഞ്ഞാൽ ഞാൻ പറയും ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള മനുഷ്യൻ. ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള മനുഷ്യൻ, അതാണ് ഒറ്റ വാക്കിൽ എനിക്ക് നമ്മുടെ വികാരിയച്ഛനെ കുറിച്ച് നിർവചിക്കാനുള്ളത്. കാരണം സെമിനാരി പരിശീലന കാലത്ത് വളരെയധികം അഭിമാനത്തോടു കൂടിയും മാതൃകപരമായിട്ട് ജീവിക്കുന്നത് കണ്ടിട്ട് വളരെയധികം അതിശയത്തോടു കൂടി നോക്കിക്കണ്ട ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ. ഒത്തിരിയേറെ ഡിഗ്രികളും അതുപോലെ തന്നെ വളരെയധികം കഴിവുകളുമുള്ള ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ്റെ കീഴിൽ സഹവികാരിയായിട്ട് വരാനായിട്ട് സാധിച്ചതിൽ ഒത്തിരി അഭിമാനിക്കുകയാണ് ഞാൻ. തമ്പുരാൻ്റെ കയ്യൊപ്പുള്ള മനുഷ്യർ ലോകത്തിൽ വളരെ ചുരുക്കമാണ്. തമ്പുരാൻ്റെ കയ്യൊപ്പുള്ള ബഹുമാനപ്പെട്ട വികാരിയച്ഛനെ ഈ യാത്രയപ്പ് യോഗത്തിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ നമ്മൾക്ക് കരങ്ങളടിച്ച് അച്ഛനെ സ്വാഗതം ചെയ്യാം. നമുക്കറിയാം 25 വർഷം എന്ന് പറഞ്ഞ ഒരു മനുഷ്യായുസിൻ്റെ പകുതിയോളം അല്ലെങ്കിൽ പകുതിയിൽ കൂടുതലാണ്. സിസ്റ്റർ നമുക്കെല്ലാവർക്കും ഇടവകയുടെ ഒരു ഭാഗമായിരുന്നു. സിസ്റ്ററെ കുറിച്ച് ഓർക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായൊരു ചെറിയൊരു സംഭവം ഓർമ്മ വരാം. മാതൃവേദിയുടെ നേതൃത്വത്തിൽ ഒരു വിനോദയാത്രയ്ക്കായിട്ട് ഞങ്ങൾ ഒരുങ്ങി. പുലർച്ചെ 3:15 വിശുദ്ധ കുർബാന പറഞ്ഞിരുന്നത്. 3 മണിക്ക് പള്ളിയിലേക്ക് വന്ന് ഒറ്റയ്ക്ക് പള്ളിയിലേക്ക് വന്ന് 3 മണിക്ക് എന്നെ സിസ്റ്റർ ഇവിടെ വന്ന് ഫോൺ വിളിച്ചു. ഞാൻ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ വിജനമായ പള്ളിമുറ്റത്ത് സിസ്റ്റർ മാത്രമാണ് ഒറ്റയ്ക്ക്. സത്യം പറഞ്ഞ് എനിക്ക് അതിശയം തോന്നി. പുലർച്ചെ 3 മണി നേരത്തെ ആ കോൺവെൻറ്റിൽ നിന്ന് ഇവിടം വരെ നടന്നു വരാനായിട്ട് സിസ്റ്റർക്കുണ്ടായ ധൈര്യം. ഉരുക്ക് വനിത എന്നാണ് പലപ്പോഴും സിസ്റ്ററെ കുറിച്ച് പലരും പരാമർശിക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുള്ളത്. അതെ, എൻ്റെ പഠന കാലഘട്ടത്തിലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ബഹുമാനപ്പെട്ട അഞ്ജലി സിസ്റ്ററെ ഒത്തിരി സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ യാത്രയപ്പ് യോഗം ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിയിരിക്കുക പെരിയ ബഹുമാനപ്പെട്ട മാത്യു ഓലിക്കലച്ചനാണ്. അച്ഛൻ നിലം തികഞ്ഞ ഒരു വൈദിക ശ്രേഷ്ഠൻ എന്നതിലുപരി ഇന്ന് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ബൈബിൾ പണ്ഡിതരിലെ ഒരു വ്യക്തിത്വമാണ്. അച്ഛൻ സിയോൺ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ, അവരുടെ MCBES കോൺഗ്രിഗേഷൻ്റെ സിയോൺ പ്രൊവിൻഷ്യലിലെ സുപ്പീരിയർ അച്ഛനാണ്. അച്ഛൻ ഒത്തിരി നാൾ ഇസ്രായേലിൽ പഠനത്തിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരുടെ സെമിനാറി റെക്ടറൊക്കെ ആയിരുന്നു. ഈ മഹനീയ വ്യക്തിത്വത്തെ ഒത്തിരി സ്നേഹത്തോടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായിട്ട് അച്ഛനാണ് എത്തിയിരിക്കുന്ന
അച്ഛൻ ഒത്തിരി സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഈ യോഗത്തിൻ്റെ മുഖ്യ അതിഥിയായിട്ട് എത്തിയിരിക്കുക സിസ്റ്റർ സോഫി പേരേപ്പാടനാണ്. സിസ്റ്റർ CRIയുടെ പ്രസിഡൻ്റാണ്. ഒപ്പം തന്നെ നമ്മുടെ അടുത്തുള്ള ചേറ്റുപുഴയിലെ SABS കോൺഗ്രിഗേഷൻ്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറായിട്ട് സിസ്റ്റർ സേവനം ചെയ്യുന്നു. സിസ്റ്ററെ ഒത്തിരി സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ അനുഗ്രഹ പ്രഭാഷണം നടത്താനായിട്ട് നമ്മൾ വിളിച്ചിരുന്ന സിസ്റ്റർ ഫിലോ SSCV സിസ്റ്ററുടെ അസാന്നിധ്യത്തിൽ ഇവരുടെ കോൺഗ്രിഗേഷൻ്റെ തന്നെ സുപ്പീരിയർ ജനറലാണ്. സിസ്റ്റർ അസാന്നിധ്യത്തിൽ സിസ്റ്ററെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഒത്തിരി വ്യക്തിത്വങ്ങൾ പല മേഖലകളിലായിട്ട് സിസ്റ്റർ അഞ്ജലിക്ക് ആശംസ നേരാനായിട്ട് നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കോൺവെൻറ്റിൻ്റെ മദർ സുപ്പീരിയർ സിസ്റ്റർ അനില സിസ്റ്ററെ ഒത്തിരി സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കൈക്കാരന്മാരിൽ നടത്തു കൈക്കാരൻ ശ്രീ ചാക്കോച്ചൻ ജോസ് ഒത്തിരി സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേന്ദ്രസമിതി കൺവീനർ ജെൻസൺ ജെയിംസ്, അതുപോലെ തന്നെ ഏകോപന സമിതി കൺവീനർ വിൻസെൻ്റ് ചിറയത്ത്, പ്രതിനിധി യോഗം സെക്രട്ടറി ബിനു VF, മതബോധന വൈസ് പ്രിൻസിപ്പാൾ ശ്രീ ബാസ്റ്റിൻ ജോർജ്, സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി ശ്രീ സെബി CJ, മതബോധന PTA പ്രസിഡന്റ് ശ്രീ വർഗീസ് CO, പാസ്റ്റർ കൗൺസിൽ മെമ്പർ ശ്രീ ബിജു തോലത്ത്, എല്ലാ വിശിഷ്ട വ്യക്തികളെയും ഏറെ സ്നേഹത്തോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ പള്ളിയുടെ മറ്റ് കൈക്കാരന്മാരെയും കമ്മിറ്റി അംഗങ്ങളെയും ഈ യോഗത്തിൻ്റെ കൺവീനറായ ജോബി മാഷിനെയും മറ്റെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇനി സ്വാഗതം ചെയ്യാനുള്ളത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങൾ വേദിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു കുടുംബ അന്തരീക്ഷമാണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. വലിയ വലിയ വ്യക്തിത്വങ്ങളൊന്നുമില്ല, എല്ലാവരും നമുക്കറിയുന്നവരും നമ്മുടെ അടുത്തുള്ളവരൊക്കെയാണ്. കാരണം നമ്മുടെ കുടുംബത്തിലൊരു അംഗത്തെയാണ് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് യാത്ര അയക്കുന്നത്. അപ്പോൾ ഈ കുടുംബാന്തരീക്ഷത്തിൽ എത്തിച്ചേർന്ന നല്ലവരായ എല്ലാ ഇടവക ജനങ്ങളെയും ഒത്തിരി സ്നേഹത്തോടെ ദൈവാനുഗ്രഹത്തോടെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എവർക്കും ആദ്യമേ തന്നെ നല്ലൊരു സായാഹ്നം ഏറ്റവും സ്നേഹത്തോടു കൂടെ നേരുകയാണ്. കൊച്ചച്ചൻ പറഞ്ഞു നിർത്തിയത് ഇതൊരു കുടുംബ സംഗമമാണ്, വലിയ വ്യക്തിത്വങ്ങളൊന്നുമില്ല. ആകെ നിങ്ങൾക്ക് ചിലപ്പോൾ അപരിചിതമായി തോന്നുന്നത് മത്തായിച്ചനായിരിക്കാം, റവറൻഡ് ഫാദർ ഡോക്ടർ മാത്യു ഓലിക്കൽ. അച്ഛനൊരു സുഹൃത്താണ്, അതിനേക്കാൾ ഉപരി ഒരു ബൈബിൾ സ്കോളറാണ്. എന്തുകൊണ്ട് അച്ഛനെ വിളിച്ചു എന്ന് ചില ചിന്തിക്കുന്നുണ്ടാവും. എൻ്റെ മനസ്സിലേക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു ചിന്തയുണ്ട്. ചിന്ത ഇതാണ്: ബൈബിളാണ് സന്യാസത്തിൻ്റെ അടിസ്ഥാനം. കർത്താവ് മുക്കുവരെയാണ് മനുഷ്യരെ പിടിക്കാൻ വിളിക്കുന്നത്. ബൈബിൾ രസകരമായ ഒരു ചിന്തയാണ്. എന്തുകൊണ്ട് മുക്കുവരെ വിളിച്ചുവെന്ന് ഞാൻ പലതവണ ചിന്തിച്ചിട്ടുണ്ട്. കാരണം മുക്കുവരാണ് യഥാർത്ഥത്തിലെ ലോകത്തിലെ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഏറ്റെടുക്കുന്ന വ്യക്തിത്വങ്ങൾ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് പഠിപ്പിക്കുമ്പോൾ പല നാട്ടിൽ ജോലി ചെയ്യുന്നവരെ, പല തരത്തിൽ ജോലി ചെയ്യുന്ന ആളുകളെക്കുറിച്ചൊക്കെ റിസർച്ചുകൾ ചെയ്യാൻ ഞാൻ പോയിട്ടുണ്ട്. അതിലെനിക്ക് ഏറ്റവും കൗതുകരം തോന്നിയിട്ടുള്ളത് കടലിൻ്റെ അഗാധങ്ങളിലേക്ക് അല്ലെങ്കിൽ അകലങ്ങളിലേക്ക് പോയി ധൈര്യത്തോടുകൂടെ ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ പോലും പ്രവർത്തിക്കുന്ന മുക്കുവർ അപാരമായ ചങ്കൂറ്റമുള്ളവരാണ്, അപാരമായ സ്നേഹമുള്ളവരാണ്, ജീവിതത്തെക്കുറിച്ച് അപാരമായ വീക്ഷണങ്ങളുള്ളവരാണ്. അവരെയാണ് കർത്താവ് വിളിച്ചിട്ട് പറഞ്ഞ്, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. ഒരു പക്ഷേ ലോകത്തിലെ ഏറ്റവും നല്ല ജോലി എന്തെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് പൗരോഹിത്യമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിലെ പഠനമൊക്കെ കഴിഞ്ഞ് ഡെൽ ഇൻ്റർനാഷണൽ കമ്പ്യൂട്ടേഴ്സിൽ HR ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ VP വൈസ് പ്രസിഡൻറ്റ് വിളിച്ച് പറഞ്ഞു, ഫാദർ ആൾ യു ഗോട്ട് പ്രൊമോഷൻ ടു US. നിനക്ക് US പ്രൊമോഷനുണ്ട്. അത്യാവശ്യം ഒരു മാസ സാലറി നമ്മൾ ഊഹിക്കുന്നതിനപ്പുറത്തേക്കാണ് അടിച്ച് തന്നിരിക്കുന്നത്. ഉടനടി വിസ പ്രോസസ്സിങ്ങിന് പോകണം. ഞാൻ പതുക്കെ ചിരിച്ചിട്ട് ആ പേപ്പർ വാങ്ങി കീറി വേസ്റ്റ് ബോക്സിലേക്ക് ഇട്ടു. അപ്പം അദ്ദേഹം പറഞ്ഞു, നീ ഒരു വട്ടനാണ്, നിനക്ക്
യാതൊരു വിധത്തിലുള്ള ബോധവുമില്ല. എന്തോരം പണം കിട്ടതും. ഞാൻ അദ്ദേഹത്തോട് നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, പണത്തേക്കാൾ കൂടുതൽ മനസ്സിൻ്റെ സന്തോഷമാണ് ജീവിത വിജയം. ഈ നിമിഷം വരെ പൗരോഹിത്യത്തിൽ 21ാമത്തെ വർഷം കണ്ടിരുന്ന ഈ നിമിഷം വരെ ആ സന്തോഷം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ എല്ലാ സന്യാസികളുടെയും, ഇവിടെ ഇരിക്കുന്ന സിസ്റ്റേഴ്സിനോട് ചോദിക്കുക, അച്ഛന്മാരോട് ചോദിക്കുക, അവരുടെ ആത്മബലം എന്തെന്ന് ചോദിച്ചാൽ ഈ സന്തോഷമാണ്. പൗരോഹിത്യവും സിസ്റ്റേഴ്സ് ആവാനുള്ള സന്യാസ വിളിയൊക്കെ ഈ സന്തോഷത്തിലേക്കുള്ള വിളിയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം. സ്നേഹത്തിന് 4 തലമുണ്ട്. നമ്മളൊക്കെ ജനിച്ചത് സ്നേഹത്തിലാണ്. അപ്പനമ്മമാർ സ്നേഹിച്ചത് കൊണ്ട് ബയോളജിക്കലി നമ്മളുണ്ടായി. ഇനി തിയോളജിക്കലോ ദൈവശാസ്ത്രപരമായോ ദൈവം നമ്മെ സൃഷ്ടിച്ചു. ദൈവം സ്നേഹമാണ്. അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ സ്നേഹിക്കാനായിട്ടാണ് ഈ ഭൂമിയിലേക്ക് വിളിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് പലരും സ്നേഹം കിട്ടാൻ വേണ്ടി നെട്ടോട്ടം ഓടുന്നത്. എന്നെ കെട്ടിയോൾ സ്നേഹിച്ചില്ല, കെട്ടിയോൾ സ്നേഹിച്ചില്ല എന്ന് പരിഭവം പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഉള്ളിൽ സ്നേഹം കിട്ടാനുള്ള ഒരു ത്വരയുണ്ട്. ശരിയാണ്. ഈ സ്നേഹത്തിന് 4 തലങ്ങളുണ്ട്. ഒന്ന് അഫക്ഷനാണ്, വാത്സല്യം. അത് 12 വയസ്സ് വരെയാണ് കിട്ടിക്കൊണ്ടിരിക്കേണ്ടത് നോർമലി. അത് കഴിഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പിലേക്ക് കയറും, സൗഹൃദം. അത് കഴിഞ്ഞാൽ ഈറോസിലേക്ക് കയറും. അതിൻ്റെ അർത്ഥം ക്രിയേറ്റീവ് ലവ് എന്നാണ്. അത് ചിലപ്പോൾ സെക്ഷൽ ലവ് ആവാം, ചിലപ്പോൾ മറ്റു കാര്യങ്ങൾ സൃഷ്ടിക്കുന്നതാകാം. അങ്ങനെ 10-36 വയസ്സ് കഴിയുമ്പോൾ സെൽഫ്ലെസ് ലവിലേക്ക് കടക്കും. ആദ്യത്തെ 3 സ്നേഹവും കിട്ടുമ്പോഴുള്ള സ്നേഹമാണ്, കിട്ടുന്ന സ്നേഹമാണ്. അവസാനത്തെ സ്നേഹം സെൽഫ്ലെസ് ലവ്, അത് കൊടുക്കുമ്പോഴുള്ള സ്നേഹമാണ്. ഇവിടെ അപ്പൻചമിച്ചുമാരിയ്ക്കുന്നുണ്ട്. നിങ്ങൾ മക്കൾക്ക് വേണ്ടി രാവന്തിയോളം പണിയെടുത്ത് മക്കൾ സന്തോഷിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്നൊരു സന്തോഷമുണ്ട്. ആ സന്തോഷമാണ് സെൽഫ്ലെസ് ലവ്, നിഷ്കാമ സ്നേഹമെന്ന് പറയുന്നത്. ഒരുപക്ഷേ ഒരിടവകയിൽ അയക്കപ്പെടുന്ന ദേശത്ത് അവർക്ക് വേണ്ടി പ്രവർത്തിച്ച് രാവന്തിയോളം കഷ്ടപ്പെട്ട് വേദനിച്ച് ചിലപ്പോൾ ആട്ടും തുപ്പും കൊണ്ട് വേദനയോടുകൂടെ അന്തിയുറങ്ങാൻ ചെല്ലുമ്പോൾ തണുത്തുറഞ്ഞ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുന്ന സന്യാസ ജീവിതങ്ങൾക്ക് ഒരു സന്തോഷമുണ്ട്. അതെന്താണെന്നറിയൂ? മറ്റുള്ളവർക്ക് വേണ്ടി ഉരുകിത്തീരുന്ന മെഴുകുതിരിയുടെ സന്തോഷം. ഒരുപക്ഷേ സിസ്റ്റർ അഞ്ജലിയെക്കുറിച്ച്, ഈ ഇടവകയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഈ ചിന്തകൾ ഈ 5 മിനിറ്റിൽ ഞാൻ ചുരുക്കി പറഞ്ഞു എന്ന് മാത്രം. സന്യാസം മറ്റുള്ളവർക്ക് വേണ്ടി ആളിക്കത്താനുള്ള ഒരു വിളിയാണ്. ശരിയാ, ഒരുപാട് വേദനകളുണ്ടാവും, ദുഃഖങ്ങളുണ്ടാവും, സഹനങ്ങളുണ്ടാകും. പക്ഷേ അതിനപ്പുറത്ത് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന സ്നേഹം അതാവോളം അനുഭവിക്കുന്ന വൈദികരും സിസ്റ്റേഴ്സും അവിടെയുണ്ട്. 25 കൊല്ലം അഞ്ജലി സിസ്റ്റർ ഈ ദേശത്ത് ഇതാവോളം അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ശരിയാണ്, വന്ന സമയത്ത് തിക്താനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ടാവാം, സങ്കടങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ടാവും. അത് ഓരോ സന്യാസികളുടെയും ജീവിത നിയോഗമാണ്. കാരണം സന്യാസം എന്ന് പറയുന്നത് ഒരു പുഴ പോലെയാണ്. ആ പുഴയുടെ പ്രത്യേകത, അത് തുടങ്ങുന്ന അതിൻ്റെ ആദ്യ സ്ഥലം മുതൽ പല കരകളെയും തൊട്ട് ഒഴുകിക്കൊണ്ടിരിക്കും. എല്ലാ ജീവിതങ്ങളും അങ്ങനെയാണ്. അതെവിടെയൊക്കെ ഒഴുകുന്നുവോ ആ കരകളിലൊക്കെ ജീവജലം കൊടുത്ത് അവിടെയുള്ള ജീവജാലങ്ങളെ വളർത്തുക എന്നുള്ളതാണ് എൻ്റെയും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അർത്ഥം. ഞങ്ങളും അങ്ങനെയാണ്, ദേശാടകരാണ്. ഏത് ദേശത്ത് ചെല്ലുന്നുവോ അവർക്ക് വേണ്ടി ജീവിക്കുക, അവിടെ ആവശ്യമുള്ള വെള്ളവും വളവും കൊടുത്ത് അവർക്ക് വേണ്ടി ജീവിച്ച് അടുത്ത കരയിലേക്ക് ഒഴുകുക. ഏറ്റവും അവസാനം നമ്മളൊക്കെ കടലിൽ എത്തിച്ചേരും. അതാണ് നമ്മുടെ അവസാനം. അതുവരെ നമ്മൾ ഒഴുകാൻ വിളിക്കപ്പെട്ടവരാണ്. എനിക്ക് തോന്നുന്നു സിസ്റ്റർ 25 കൊല്ലം ഈ എറവ് കരയിൽ കെട്ടിക്കിടക്കപ്പെട്ടു, അല്ല, വീണ്ടും തുറന്നൊഴുകാൻ പോവുകയാണ്. കാരണം 25 കൊല്ലം ഈ ദേശത്ത് ജലസേചനം നടത്താനായി, ജീവൻ്റെ ഉറവയായി, തമ്പുരാൻ്റെ വലിയ നിമിത്തമായി, ഓരോ കുടുംബങ്ങളുടെയും ഇടയിൽ വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ അരുവിയായി എറവിലെ എല്ലാ കുടുംബങ്ങളിലും നിറഞ്ഞൊഴുകുകയായിരുന്നു. എനിക്ക് യാതൊരു സംശയവുമില്ല. കാരണം എന്ത് കാര്യത്തിനും വിളിച്ചാൽ കൃത്യമായ ഉത്തരം സിസ്റ്റർ എനിക്ക് പറഞ്ഞു വരുമായിരുന്നു. കുടുംബങ്ങളെക്കുറിച്ച് സംശയം വരുമ്പോൾ ഞാൻ ക്ലാരിഫൈ ചെയ്യുന്ന സിസ്റ്റർ അടുത്താണ്. ഒരു പക്ഷേ വലിയച്ഛനേക്കാൾ വലിയ വലിയച്ഛനായി, അതേസമയം ചിലപ്പോൾ കൊച്ചച്ഛനായും ഒരുപോലെ എന്നെ സഹായിച്ചു കൊണ്ടിരുന്നതാണ്. തീർച്ചയായിട്ടും എറവ് കുടുംബത്തിന് നന്ദി വാക്കുകളിൽ ഒതുക്കുന്നില്ല. തുടർന്നും സിസ്റ്ററിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. കുട്ടിക്കാലം മുതൽ, ജനിച്ചു വളർന്ന നാൾ മുതൽ ഇന്ന് വരെ നമുക്ക് വേണ്ടി വ്യയം ചെയ്യപ്പെട്ട ഒരുപാട് അച്ഛന്മാരും സിസ്റ്റേഴ്സും ഉണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ 25 കൊല്ലം നമുക്ക് വേണ്ടി ജീവിച്ച ഈ അഞ്ജലി സിസ്റ്ററെ ദൈവത്തോട് നന്ദി പറയാം. ഒപ്പം അവരുടെ കോൺഗ്രിഗേഷനെ നമുക്ക് ഓർക്കാം.
അവർ തീരുമാനിച്ചത് കൊണ്ടാണ് 25 കൊല്ലം നിന്നത്. അല്ലെങ്കിൽ 5 കൊല്ലം കഴിയുമ്പോൾ അടുത്ത ദേശത്തേക്ക് തട്ടും. നോർമലി സിസ്റ്റർ അതൊരു നിമിത്തമായി തീർന്നു. ഒരു അധ്യാപിക ആയതുകൊണ്ട് ഇവിടെ തുടരാൻ അനുവദിച്ചു. തീർച്ചയായിട്ടും കോൺഗ്രിഗേഷന് നന്ദിയോടെ ഓർക്കാണ്. പ്രത്യേകിച്ച് ഇടവ കുടുംബത്തിന് നന്ദി കോൺഗ്രിഗേഷന് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. മദർ കൂടെ ഉണ്ട്. മദർ വഴി ജനറാളം അറിയട്ടെ എന്ന് പറയുകയാണ്. അതോടൊപ്പം തന്നെ സിസ്റ്ററുടെ കുടുംബാംഗങ്ങളെയും നന്ദിപൂർവ്വം ഓർക്കുകയാണ്. കാരണം ഇങ്ങനെയുള്ള കൊച്ചച്ചൻ പറഞ്ഞു, കൊച്ചച്ചന് ഒരുപാട് തല്ലൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ? എനിക്ക് തോന്നുന്നു കൊച്ചൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തല്ലി അച്ഛനാക്കിയതാണ്. അങ്ങനെ തല്ലിയവരൊക്കെയാണ് നന്നായിട്ടുള്ളൂ. ഇന്ന് തല്ലാൻ മടിയാണ് കുട്ടികളെ. ഞാൻ പറഞ്ഞു വന്നത്, ഒരുപാട് ത്യാഗമെടുത്ത് സിസ്റ്ററുടെ അപ്പച്ചനമ്മച്ചിയും കുടുംബാംഗങ്ങളും നമുക്ക് വേണ്ടി ഈ സിസ്റ്ററെ കാത്തുവെച്ചു, ഒരു സന്യാസിലേക്ക് കടത്തിവിട്ടു. അതിൻ്റെ ഫലങ്ങൾ അനുഭവിച്ചത് നമ്മളാണ്. മാതാപിതാക്കളെ ഓർത്ത് ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. കുടുംബാംഗങ്ങളെ ഓർത്തും നന്ദി പറയാം. ഒറ്റ വാക്കിൽ സിസ്റ്ററിന് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ആശംസിച്ചുകൊണ്ട്, സിസ്റ്റർ ജി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവിധ യാത്രാമംഗളങ്ങളും സ്നേഹത്തോടുകൂടെ ഇവിടെ ഇരുന്ന എല്ലാ വികാരിയച്ഛന്മാരുടെയും ഇറവ കുടുംബാംഗങ്ങളുടെയും പേര് നേർന്നുകൊണ്ട് നിർത്തുന്നു. സഹോദരി സഹോദരന്മാരെ, ആദ്യമേ തന്നെ ഏറെ സന്തോഷമുണ്ട് സിസ്റ്റർ അഞ്ജലിയുടെ ഈ യാത്രയപ്പ് സമ്മേളനത്തിൽ ഇവിടെ വരാനും നിങ്ങളോടൊപ്പം ഈ ഒരു സമയം ചെലവഴിക്കാൻ സാധിച്ചതിനും. റോയച്ചൻ വളരെ മനോഹരമായി സിസ്റ്ററിൻ്റെ 25 വർഷത്തെ സേവനത്തെ ചുരുങ്ങിയ വാക്കുകളിൽ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. എനിക്ക് അത്ഭുതമാണ് തോന്നുക. കാരണം സിസ്റ്റർ അഞ്ജലിയെപ്പോലുള്ള ഒരാൾ 25 വർഷം ഒരിടവകയുടെ പ്രകാശമായി, ഈശോ ബൈബിളിൽ പറഞ്ഞതുപോലെ മലമുകളിൽ സ്ഥാപിക്കപ്പെട്ട ഗോപുരമായി, പീഠത്തിന്മേൽ സ്ഥാപിക്കപ്പെട്ട വിളക്കായി, ഉപ്പത്തും പോകാത്ത ഉപ്പായി ഈ ഒരിടവകയിൽ ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചു എന്നത് സമർപ്പിത ജീവിത വഴികളിലുള്ളവർ റോയച്ചൻ പറഞ്ഞതുപോലെ തീർത്ഥാടകരെ പോലെയാണ്. ഇങ്ങനെ ഓരോ സ്ഥലത്തു നിന്ന് മാറി മാറി അടുത്തടുത്ത സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്. പക്ഷേ സിസ്റ്റർ അഞ്ജലി 25 വർഷം ഈ ഇടവകയുടെ നാഡിയായി, ജീവനായി, ശ്വാസമായൊക്കെ ഇവിടെ ജീവിക്കാൻ കഴിഞ്ഞു എന്നത് അനേകം പേർക്ക് അറിവിൻ്റെ പ്രകാശം പകർന്നു കൊടുക്കാൻ നിമിത്തമായി മാറി എന്നത് വളരെ അത്ഭുതകരവും അതോടൊപ്പം തന്നെ ആനന്ദകരവും ഒക്കെയായ ഒരു കാര്യമാണ്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 25 വർഷങ്ങൾ പ്രിയപ്പെട്ട വികാരിച്ച് സൂചിപ്പിച്ചതുപോലെ ഈ ഇടവകയുടെ ഭാഗമായി, ഇതിൻ്റെ ജീവനാഡിയായി നിന്നുകൊണ്ട് ജീവൻ്റെ അറിവിൻ്റെ സമൃദ്ധി പകർന്ന് അനേകം പേർക്ക് വെളിച്ചമായി മാറുക അതൊരു അത്ഭുതം തന്നെയാണ്, വലിയൊരു അനുഗ്രഹമാണ്. ഇത്തരത്തിലുള്ള അനുഗ്രഹം നമുക്ക് ലഭിക്കുക എന്നത് ദൈവത്തിൻ്റെ പ്രത്യേക ഒരു കാരുണ്യവും കൂടെയാണ്. അത് തന്നെയാണ് ഓരോ സമർപ്പിതൻ്റെയും ഓരോ സമർപ്പിതയുടെയും ജീവിതത്തിൻ്റെ നന്മ. വേണമെങ്കിൽ ചാവുകടല് പോലെ നിശ്ചലമായി കിടന്ന് ഒന്നിനെയും പരിപോഷിപ്പിക്കാത്ത, ജീവൻ നശിപ്പിച്ച് കളയുന്ന വ്യക്തിത്വങ്ങളായിട്ട് മാറാം. അല്ലെങ്കിൽ താൻ ഒഴുകിയിറങ്ങുന്ന ഇടങ്ങളിലൊക്കെയും സമൃദ്ധി പകർന്ന് അനേകം പേർക്ക് തണലൊരുക്കുന്ന, അനേകം പേർക്ക് ജീവൻ പകരുന്ന ഗലീലി തടാകം പോലെ അത്ഭുതകരമായ ദൈവ സാന്നിധ്യത്തിൻ്റെ കൈവഴികളായി മാറാനും സാധിക്കും. അങ്ങനെ അനേകം പേർക്ക് കൃപ പകർന്ന ദൈവകൃപയുടെ ദൈവാനുഗ്രഹത്തിൻ്റെ ചൂടും അനുഭവവും വെളിച്ചവും പകർന്ന വ്യക്തിത്വമാണ് പ്രിയമുള്ള സിസ്റ്റർ അഞ്ജലി. അത് ജീവൻ പരിപോഷിപ്പിക്കപ്പെട്ട, ജീവൻ പകർന്നു നൽകിയ ഒരിടമായി ഈ ഇറവ് ദേശവും ഇവിടുത്തെ ഇടവകയും ഇടവകയിലെ ജനങ്ങളും മാറുമ്പോൾ സിസ്റ്റർ അഞ്ജലിക്ക് അതിൽ സന്തോഷിക്കാം. കൊച്ചച്ചൻ അത് പറഞ്ഞപ്പോഴും ഞാൻ ചിന്തിക്കായിരുന്നു, ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ വേദിയിലിരിക്കുന്ന കൊച്ചച്ചൻ. സമർപ്പണ ജീവിതത്തിന് മൂല്യമുണ്ടെന്ന്, വിലയുണ്ടെന്ന്, അതിന് ദൈവശക്തിയുടെ കൃപയുണ്ടെന്ന്, ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ടെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ഒരു യാത്രയപ്പ്. സിസ്റ്ററിന് എല്ലാ ആശംസകളും നേരുകയാണ്. ഇനി മുന്നോട്ടുള്ള ജീവിതം ഇതിലും മനോഹരമായി മാറാൻ തൻ്റെ കഴിവും തൻ്റെ എല്ലാം ദൈവത്തിന് വീണ്ടും വിട്ടുകൊടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അവസാനിപ്പിക്കുന്നതിന് മുൻപ് നമ്മൾ കേട്ടിട്ടുള്ള 19-ാം നൂറ്റാണ്ടിലിറങ്ങിയ മനോഹരമായ ഒരു സൃഷ്ടിയാണ് ആലീസ് അഡ്വഞ്ചേഴ്സ് ഇൻ ദ വണ്ടർലാൻഡ് എന്ന് പറയുന്ന മനോഹരമായ ഒരു കഥാസമാഹാരം. അതിൽ ആലീസ് എന്ന് പറയുന്ന ഒരു കൊച്ചു പെൺകുട്ടി ഒരിക്കൽ
എങ്ങോട്ടോ നടക്കാനിറങ്ങിയപ്പോൾ വഴിയുടെ ഒരു നാൽക്കവലയിൽ വന്ന് നിൽക്കാനിടയായി. അവൾ അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ മുൻപിലുള്ള മരത്തിൻ്റെ മുകളിൽ വലിയൊരു പൂച്ച ഇരിക്കുന്നതായിട്ടാണ് കഥാകാരൻ സൂചിപ്പിക്കുക. ഈ പൂച്ചയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ പൂച്ചയുടെ വായ് വളരെ വലുതായിട്ടാണ് കഥാകാരന്മാർ ചിത്രീകരിക്കുക. ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൂച്ച. അതിനെ ചെഷയർ ക്യാറ്റ് എന്നാണ് ഗ്രന്ഥകാരൻ വിശേഷിപ്പിക്കുക. പെട്ടെന്ന് തൻ്റെ മുൻപിൽ കണ്ട ഈ പൂച്ചയെ കണ്ട് ഭയപ്പെട്ട ഈ പെൺകുട്ടി പെട്ടെന്ന് പൂച്ചയോട് ചോദിച്ചു, എങ്ങോട്ടാണ് എനിക്ക് പോകേണ്ട വഴി? പൂച്ച മരത്തിൻ്റെ മുകളിൽ നിന്ന് ഇപ്രകാരം തിരിച്ചു ചോദിച്ചു, നിനക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്? വഴി പറഞ്ഞു തരണമെങ്കിൽ നീ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എന്നോട് പറയണം. ഉടനെ പെൺകുട്ടി മറുപടി പറഞ്ഞു, എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉടനെ പൂച്ച പറഞ്ഞു, അങ്ങനെയെങ്കിൽ നിനക്ക് വഴിയും പറഞ്ഞു തരേണ്ട കാര്യമില്ല. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വലിയൊരു സന്ദേശം ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് പൂച്ചയും ഈ പെൺകുട്ടിയും തമ്മിലുള്ള സംഭാഷണം. സിസ്റ്റർ അഞ്ജലിയുടെ ജീവിതം, അല്ലെങ്കിൽ ഓരോ സമർപ്പിതൻ്റെയും പൗരോഹിത്യം സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഈ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ലക്ഷ്യബോധം. എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള കൃത്യമായ ബോധ്യമുള്ളവർക്കാണ് വഴി അറിയേണ്ട ആവശ്യമുള്ളൂ. പ്രിയമുള്ള മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കൈകളിൽ നിന്ന് ചിലപ്പോഴെങ്കിലും വഴുതിപ്പോകുന്നുണ്ടെങ്കിൽ അവരുടെ മുൻപിൽ എന്താണ് അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പലപ്പോഴും അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് കഴിയാത്തത് കൊണ്ടാണ്. എങ്ങോട്ടാണ് പോകേണ്ടതെന്നറിയാതെ വഴിഞ്ഞു പറഞ്ഞു കൊടുക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഓരോ സമർപ്പിത ജീവിതവും ഈശോ പറഞ്ഞതുപോലെ മലമുകളിൽ പണിയപ്പെട്ട പട്ടണം പോലെ, അല്ലെങ്കിൽ വലിയ പറയുടെ കീഴിൽ ഉയർത്തിവെച്ച വിളക്ക് പോലെയാണ്. ഇത് അനേകം പേർക്ക് പ്രകാശം പകരുന്ന, അന്ധകാരത്തിൽ ദൂരെ നിന്ന് വരുന്നവർക്ക് ദിശ പറഞ്ഞു കൊടുക്കുന്ന പ്രകാശ ഗോപുരം പോലെയാണ് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഓരോ ജീവിതവും. ആ ജീവിതത്തിന് ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദാനങ്ങളും കൃപകളും നിറഞ്ഞ ദൈവവിളി എന്ന മനോഹരമായ ഒരു പശ്ചാത്തലവുമുണ്ട്. അങ്ങനെയുള്ളവർക്ക് ചെറിയ വയസ്സിലെ, ചെറിയ പ്രായത്തിലെ ദൈവത്തിൻ്റെ വഴികളിലേക്ക് ലക്ഷ്യബോധത്തോടെ പ്രയാണം ചെയ്യണമെങ്കിൽ കൃത്യമായും ആ ഒരു തിരിച്ചറിവ് അവർക്ക് ലഭിച്ചതുകൊണ്ടാണ്. ദൈവവിളികൾ ഉണ്ടാകാത്തത് ദൈവത്തിൻ്റെ കുഴപ്പമല്ല എന്ന് പലരും പറയാറുണ്ട്. മാതാപിതാക്കളുടെ ശ്രദ്ധ അടിയന്തരമായി പതിക്കേണ്ട ഒരു മേഖലയാണ്. ലക്ഷ്യബോധമുള്ള മക്കളാണ് ജീവിതത്തിൽ വിജയം വരിക്കുക. ദൈവം വിളിക്കുന്ന വഴികളിലൂടെ അവരെ നടത്താനുള്ള വഴി പറഞ്ഞു കൊടുക്കേണ്ടവരും മാതാപിതാക്കളാണ്. ഒന്ന്, ലക്ഷ്യബോധവും; രണ്ടത് നേടിയെടുക്കാനുള്ള അധ്വാനമുള്ളപ്പോൾ വഴി പറഞ്ഞു കൊടുക്കാൻ ദൈവവും കൂടെ ഉണ്ടാകും. ഓരോ സമർപ്പണ ജീവിതവും, ഓരോ സന്യാസ ജീവിതവും അതുകൊണ്ട് ദൈവത്തിൻ്റെ വഴികളും വഴിത്താരകളുമാണ്. അവർ നടന്ന വഴികളിലൂടെ മുന്നോട്ട് ഗമിക്കുന്നവരാണ് പിറകെ വരുന്ന അനേകം സമർപ്പിതർ. മുൻപേ നടന്നുപോയ അനേകം വിശുദ്ധ വൈദികരുടെയും സമർപ്പിതരുടെയും പിന്നാലെ നടക്കുന്നവരാണ് ഞങ്ങൾ ഓരോരുത്തരും. വീഴ്ചകളുള്ളവരുണ്ടാവാം, അവിടെയല്ല നമ്മുടെ ശ്രദ്ധ പതിയേണ്ടത്. ചാവുകടലുകൾ ഒരേ ഉറവയിൽ നിന്ന് ഉറവെടുക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ജീവൻ നൽകാത്തവരുമുണ്ടാവാം. പക്ഷേ ജീവന്റെ സമൃദ്ധി പകർന്നു നൽകുന്ന അനേകം ജീവിതങ്ങളുടെ പിമ്പേ നടക്കുന്നവരുടെ ഗണത്തിൽപ്പെട്ടവരാണ് സിസ്റ്റർ അഞ്ജലിയും. അതുകൊണ്ട് മുന്നോട്ടുള്ള ജീവിതത്തിലും ഇതിനുമധികം നന്മ, പ്രകാശം പരത്തി മുന്നോട്ട് ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. വിശ്രുത കഥാകാരൻ പറഞ്ഞതുപോലെ, പ്രകാശം പരത്തുന്ന പെൺകുട്ടിയെക്കുറിച്ച് കഥ എഴുതിയതുപോലെ ദൈവത്തിൻ്റെ പ്രകാശം പരത്തുന്ന, ജീവൻ പകർന്നു നൽകുന്ന സമർപ്പിതയായി ഇനിയും ജീവിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇത്രയും നാൾ ജീവൻ പകർന്നു നിന്ന ഗലീലി തടാകം പോലെ ഇനിയും സ്വസ്ഥമായത് ഒഴുകണം. അനേകം പേർക്ക് ഇതിലും വലിയ ജീവൻ്റെ സമൃദ്ധി പകർന്നു കൊടുക്കാൻ ദൈവം നിയോഗിക്കുന്ന വഴികളിലൂടെ അതിനുള്ള എല്ലാ ആശംസകളും നേരുകയാണ്. നിങ്ങളുടെ ഇടവക്കാരുടെ സ്നേഹത്തിനും നിങ്ങൾ നൽകുന്ന പരിഗണനയ്ക്കും സിസ്റ്ററിനോടൊപ്പം സന്തോഷിച്ചുകൊണ്ട് തന്നെ എല്ലാ ആശംസകളും നേരുന്നു.
ഇന്നിവിടെ നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ എനിക്ക് വലിയ അഭിമാനവും അതേസമയം തന്നെ വലിയ സന്തോഷവുമാണ് തോന്നുന്നത്. സിസ്റ്റർ അഞ്ജലി 25 വർഷം എറവ് ഇടവകയ്ക്ക് വേണ്ടി തൻ്റെ ജീവനും തൻ്റെ മുഴുവൻ ആരോഗ്യവും തൻ്റെ ബുദ്ധിയും കഴിവുകളും മുഴുവൻ സമർപ്പിച്ചതിൻ്റെ ഒരാഘോഷമാണ് ഇന്ന് ഇവിടെ എറവ് ഇടവകയിൽ നടക്കുക. സിസ്റ്ററിൻ്റെ നന്മ സ്വീകരിച്ച, സിസ്റ്ററിൽ നിന്ന് അറിവ് നേടിയ ഇവിടെ മുൻപിലിരിക്കുന്ന പലരുടെയും മുഖത്ത് ഞാൻ നിങ്ങളുടെ മുഖത്ത് വിരിയുന്ന സന്തോഷവും സംതൃപ്തിയും ഞാൻ നോക്കി കാണുകയായിരുന്നു. സ്കൂളിലെ ഒരു അധ്യാപിക മാത്രമല്ല, എനിക്ക് മനസ്സിലാകുന്നത് സിസ്റ്റർ ഈ ഇടവക കുടുംബത്തിൻ്റെ ഒരംഗമായിരുന്നു. അതോടൊപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ സിസ്റ്റർ ഒരംഗമായിരുന്നു. അതിൻ്റെ സന്തോഷവും സംതൃപ്തിയും അതിൻ്റെ ചാരിതാർത്ഥ്യവുമാണ് നിങ്ങൾ ഓരോരുത്തരുടെയും മുഖത്ത് എനിക്ക് തെളിഞ്ഞു കാണാൻ സാധിക്കുന്നത്. സിസ്റ്റർ അഞ്ജലി സിസ്റ്ററിനെ കുറിച്ച് എറവ് ഇടവകയോടൊപ്പം തന്നെ ഞാനും ഏറെ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു. ഒരു സിസ്റ്റർ ഒരിടവകയിൽ വന്ന് 25 വർഷം നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ പുറകിൽ വളരെയധികം ത്യാഗങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ത്യാഗങ്ങളെന്ന് പറയുമ്പോൾ ഒന്നാമത് തന്നെ സിസ്റ്ററിൻ്റെ മാതാപിതാക്കൾ ഏറ്റെടുത്തൊരു വലിയ ത്യാഗമുണ്ട്. നന്നേ ചെറുപ്പത്തിൽ തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മകളെ, ഒരു പക്ഷേ ആ മാതാപിതാക്കളുടെ വലിയ സ്വപ്നമായിരുന്നിരിക്കണം സിസ്റ്റർ അഞ്ജലി. കാരണം ഞാൻ വീട്ടിൽ നിന്ന് പോരുമ്പോൾ എൻ്റെ മാതാപിതാക്കൾ എന്നോട് പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എൻ്റെ മാതാപിതാക്കൾക്ക് വലിയ പ്രതീക്ഷയായിരുന്നു എന്നിൽ. എന്നോട് എൻ്റെ അപ്പം പറഞ്ഞു, മോളെ നിന്നിൽ എനിക്ക് വലിയ പ്രതീക്ഷയാണ്, ഈ കുടുംബത്തിന് വേണ്ടി നീ വലിയൊരു അനുഗ്രഹമായി തീരണമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട്, അതുകൊണ്ട് നീ പോകരുത് എന്ന് പറയുമ്പോൾ അന്ന് ദൈവം ഹൃദയത്തിൽ നിക്ഷേപിച്ച ഒരു വാക്ക് പോലെ ഞാൻ പറയുകയായിരുന്നു, ദൈവം അങ്ങനെ ഈ കുടുംബത്തിന് ഒരനുഗ്രഹം തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എന്നിലൂടെ മാത്രം വേണമെന്നില്ല, എൻ്റെ മറ്റ് സഹോദരങ്ങളിലൂടെ ആകാം. ഈ ഒരു വാക്കിലാണ് എൻ്റെ പിതാവ് സത്യം പറഞ്ഞാൽ വീണത് എന്ന് ഞാൻ പറയും. എൻ്റെ പിതാവിന് പിന്നെ ഒന്നും പറയാനില്ലായിരുന്നു എന്നതുപോലെ തീർച്ചയായും ഏതൊരു ദൈവവിളിയുടെയും പുറകിൽ വലിയ ത്യാഗമുണ്ട്. ആ മാതാപിതാക്കൾ ഏറ്റെടുത്തൊരു ത്യാഗമുണ്ട്. സ്വന്തം മകളെ തങ്ങൾക്ക് പല സ്വപ്നങ്ങളിലൂടെ വളർത്തിയൊരു മകളെ ആ സ്വപ്നങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് സഭയ്ക്ക് വേണ്ടി സമർപ്പിക്കുക, അതിൽ മാതാപിതാക്കൾ ഏറ്റെടുത്തൊരു വലിയ ത്യാഗമുണ്ട്. അതോടൊപ്പം തന്നെ സിസ്റ്റർ അഞ്ജലി ഏറ്റെടുത്തൊരു ത്യാഗമുണ്ട്. കുടുംബത്തിൻ്റെ സുരക്ഷിതത്വത്തിൽ നിന്ന്, മാതാപിതാക്കളുടെ എല്ലാം ആ ചുറ്റുവട്ടത്ത് നിന്ന് എല്ലാം ഉപേക്ഷിച്ച്, സഹോദരങ്ങളെ ഉപേക്ഷിച്ച്, മാതാപിതാക്കളെ ഉപേക്ഷിച്ച്, സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സിസ്റ്റർ അഞ്ജലിക്ക് ഇനി നാളെ എന്ത് എന്ന് ദൈവത്തിൻ്റെ ഒരു കയ്യിലുള്ള ഒരു ബലം എന്നതൊഴികെ മറ്റൊന്നും ഉണ്ടായിരുന്നിരിക്കാൻ സാധ്യതയില്ല. എങ്കിലും ആ ഒരു പ്രതിസന്ധിയിൽ ദൈവത്തിൻ്റെ കരം ദർശിച്ചുകൊണ്ട് സിസ്റ്റർ ഏറ്റെടുത്തൊരു വലിയ ത്യാഗമുണ്ട്. എല്ലാം ഉപേക്ഷിച്ച് ഈ ലോകത്തിന് വേണ്ടി വെളിച്ചമായി തീരുക, ഉപ്പായി തീരുക എന്നല്ല. നാം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട് 12-ാം അധ്യായത്തിൽ, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കുന്നു, അഴിയുന്നെങ്കിലോ അത് ധാരാളം ഫലം പുറപ്പെടുവിക്കുന്നു. അതുപോലെ തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു, ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കുന്നു. സിസ്റ്റർ അഞ്ജലിയുടെ ജീവിതം ഒരു ഗോതമ്പ് മണിയുടെ ജീവിതമായിട്ടാണ് അതിനോട് താരതമ്യപ്പെടുത്താനാണ് എനിക്ക് തോന്നുന്നത്. ഗോതമ്പ് നമുക്കറിയാം, വിത്ത് വിതയ്ക്കുമ്പോൾ ചെളിയിലേക്കാണ് അത് വിതയ്ക്കപ്പെടുന്നത്. ആ ചെളിയിൽ അതവിടെ നിന്ന് മുള പൊട്ടി വളർന്ന് നമുക്കറിയാം നെല്ല് അതല്ലെങ്കിൽ ഗോതമ്പ് അത് ധാരാളം ഫലം പുറപ്പെടുവിക്കുന്നു. ഈ ഗോതമ്പ് മണികളാണ് അല്ലെങ്കിൽ ഈ നെന്മണികളാണ് പിന്നീട് നമുക്കെല്ലാവർക്കും ആഹാരമായി തീരുന്നത്, ഭക്ഷണമായി തീരുന്നത്, നമ്മുടെ സമ്പത്തായി മാറുന്നത്. സിസ്റ്റർ അഞ്ജലി എന്ന ഗോതമ്പ് മണി
ഈ എറവ് ഇടവകയുടെ പാടത്ത് വിതയ്ക്കപ്പെട്ടപ്പോൾ ഇതിൽ നിന്ന് ഫലം അനുഭവിച്ചവർ ഈ എറവ് ഇടവകയിലെ എല്ലാ മക്കളുമാണ്, എല്ലാ കുടുംബങ്ങളുമാണ്. നിങ്ങളെല്ലാവരും സിസ്റ്ററിൽ നിന്ന് അറിവ് നേടിയവരാണ്, സിസ്റ്ററിൻ്റെ ത്യാഗത്തിൻ്റെ ഫലം അനുഭവിച്ചവരാണ്. സിസ്റ്റർ അഞ്ജലിയെ ഓർക്കുമ്പോൾ ഇതുകൊണ്ടാണ് എനിക്ക് വളരെയധികം അഭിമാനം തോന്നുന്നത്. സ്വന്തക്കാരെയും സ്വന്തം സുഖങ്ങളും എല്ലാം മറന്ന് എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് സിസ്റ്റർ ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത ഈ ഇടവകയിൽ വന്ന് ഇവിടെ നിങ്ങളുടെ സ്വന്തമായി തീർന്നത്. ഇന്ന് ഇവിടെ നിന്ന് സിസ്റ്റർ റിട്ടയർ ചെയ്ത് പോകുമ്പോൾ എനിക്കറിയാം ഈ ഇടവകയിലെ ഓരോ കുടുംബവും സിസ്റ്റർ അഞ്ജലിയെ സ്വന്തം കുടുംബാംഗത്തെ പോലെയാണ് കരുതുന്നത്. പ്രിയ മാതാപിതാക്കളെ, പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിൽ സന്തോഷം, യഥാർത്ഥ സന്തോഷം നാം അനുഭവിക്കുന്നത് എപ്പോഴും നഷ്ടപ്പെടുത്തുമ്പോഴാണ്, മറ്റുള്ളവർക്ക് വേണ്ടി നഷ്ടങ്ങൾ സഹിക്കുമ്പോഴാണ്, മറ്റുള്ളവർക്ക് വേണ്ടി നാം ഇല്ലാതാകുമ്പോഴാണ്. ഈ സന്തോഷവും ഇത്തരം സ്വയം ഇല്ലാതായതിൽ നിന്ന് ഉണ്ടാകുന്ന സന്തോഷം അനുഭവിക്കുന്നവരാണ് ഞങ്ങൾ സമർപ്പിതർ ഓരോരുത്തരും, ഞങ്ങൾ സിസ്റ്റേഴ്സ്. ഇന്ന് മാതാപിതാക്കൾക്ക് തങ്ങളുടെ മക്കളെ തങ്ങളോട് ചേർത്ത് നിർത്തി എൻ്റെ സുഖത്തിനും എൻ്റെ സന്തോഷത്തിനും വേണ്ടി മക്കളെല്ലാം ഞങ്ങളുടെ കൂടെ തന്നെ വേണം എന്ന് കരുതുന്ന മാതാപിതാക്കൾക്ക് ഒരിക്കലും ലോകത്തിന് ഇത്ര വലിയൊരു സന്തോഷം നൽകാൻ സാധിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, എന്ന് നാം സഹനങ്ങൾ ഏറ്റെടുക്കാൻ, ത്യാഗങ്ങൾ ഏറ്റെടുക്കാൻ, സ്വയം ഇല്ലാതാകാൻ നാം തയ്യാറാകുന്നുവോ അന്ന് മാത്രമാണ് നമ്മിലൂടെ മറ്റുള്ളവർക്ക് നന്മ കൈവരിക. സിസ്റ്റർ അഞ്ജലി ഈ വർഷങ്ങളിലെല്ലാം ഇവിടെ ആയിരുന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്ത സേവനങ്ങൾ എന്തെന്ന് തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും ഓർക്കുന്നുണ്ട്. ഈ കുഞ്ഞുമക്കളെ വിശ്വാസത്തിൽ വളർത്താൻ, അവരുടെ നല്ല സ്വഭാവ രൂപവൽക്കരണത്തിൽ അവരെ സഹായിക്കാൻ, കുടുംബങ്ങളിൽ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങളുടെ ദുഃഖങ്ങളിൽ നിങ്ങളുടെ പങ്കുകാരായിക്കൊണ്ട്, അതുപോലെ നിങ്ങളുടെ സഹനങ്ങളിൽ നിങ്ങൾക്ക് ആശ്വാസം നൽകിക്കൊണ്ട്, ഏതോ എനിക്ക് തോന്നുന്നു സിസ്റ്റർ അഞ്ജലിയുടെ വീട് മലബാർ ഭാഗത്ത് എവിടെയെങ്കിലും ആയിരിക്കണം, പത്തനംതിട്ട. എത്രയോ ദൂരത്ത് നിന്നാണ് സിസ്റ്റർ അഞ്ജലി പത്തനംതിട്ടയിൽ നിന്ന് ഈ എറവ് ഇടവകയിൽ വന്ന് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ എല്ലാം ആയിത്തീർന്നത്. ഇന്ന് നിങ്ങൾ ഇത്രമാത്രം സിസ്റ്റർ അഞ്ജലിയെക്കുറിച്ച് സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറയും, എറവ് ഇടവകയ്ക്ക് ഇനിയും അഭിമാനിക്കാൻ ധാരാളം മക്കൾ ഈ ഇടവകയിൽ നിന്ന് വരണം. ഈ ഇടവകയിൽ നിന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് നിങ്ങളുടെ മക്കളെ പറഞ്ഞു വിടണം. ഈ ലോകത്തിന് ഉപ്പായി തീരാൻ, പ്രകാശമായി തീരാൻ, ഗോതമ്പ് മണി പോലെ അഴിഞ്ഞില്ലാതാകാൻ. എന്നാണ് ഒരമ്മ യഥാർത്ഥത്തിൽ ഒരമ്മയായി തീരുന്നത്? സ്വന്തം ശരീരം കുഞ്ഞിന് ഭക്ഷണമായി നൽകുമ്പോഴാണ്, സ്വയം ഇല്ലാതായി തീരുമ്പോഴാണ്. ഒരു പിതാവ് എപ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു പിതാവായി തീർന്നതിൻ്റെ ആനന്ദം അനുഭവിക്കുന്നത്? സ്വന്തം മക്കൾക്ക് വേണ്ടി അധ്വാനിച്ച് ആ ജീവിതം മക്കൾക്ക് വേണ്ടി ഇല്ലാതായി തീരുമ്പോഴാണ്. ഇതുപോലെ തന്നെ ഓരോ ജീവിതവും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് അത് എരിഞ്ഞു തീരുമ്പോഴാണ് അത് സന്തോഷമുള്ളൊരു ജീവിതമായി തീരുക. ഇന്ന് ആ സന്തോഷവും അഭിമാനവും അനുഭവിക്കുന്നവരാണ് ഞങ്ങൾ ഓരോരുത്തരും. ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം അവർക്ക് വേണ്ടി ഇന്ന് ഞങ്ങളുടെ കുടുംബങ്ങളിൽ പോകാറില്ല, വല്ലപ്പോഴും ഒന്ന് പോകുന്നതേ ഉള്ളൂ. ഇന്ന് ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങൾ ഓരോരുത്തരുമാണ്. ഞങ്ങൾ എവിടെ ആയിരിക്കുന്നുവോ അവിടെയുള്ള കുടുംബങ്ങളാണ് ഞങ്ങളുടെ സ്വന്തം കുടുംബങ്ങൾ. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സ്വന്തം മാതാപിതാക്കളെയും സഹോദരങ്ങളെയും നിങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ 1000 മാതാപിതാക്കളെയും 1000 സഹോദരങ്ങളെയും നിങ്ങൾക്ക് കിട്ടുമെന്ന്. 100 സഹോദരങ്ങളെ, 100 മാതാപിതാക്കളെ ഞങ്ങളത് അനുഭവിക്കുകയാണ്. ഇന്ന് സിസ്റ്റർ അഞ്ജലിക്ക് പറയാൻ സാധിക്കും, ഈ ഇടവകയിൽ എല്ലാവരും എൻ്റെ സ്വന്തമാണെന്ന്. ഞാൻ ഈ അവസരത്തിൽ സിസ്റ്റർ അഞ്ജലിക്ക് എല്ലാവിധ ഭാവുകങ്ങളും ആശംസിക്കുന്നതോടൊപ്പം ഈ അവസരം ഈ ഇടവകയ്ക്കും വലിയൊരു ഭാവുകം ആശംസിക്കാൻ കൂടി ആഗ്രഹിക്കുകയാണ്. ഈ ഇടവകയിൽ നിന്ന് ധാരാളം ദൈവവിളികൾ ഉണ്ടാകട്ടെ,
ധാരാളം മക്കൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പോയി സ്വയം ഇല്ലാതായി മറ്റുള്ളവർക്ക് ജീവനാകാൻ, മറ്റുള്ളവർക്ക് വെളിച്ചമാകാൻ, മറ്റുള്ളവർക്ക് ജീവശ്വാസമാകാൻ ഇവിടെ നിന്ന് ധാരാളം മക്കൾ വരട്ടെ. ധാരാളം മക്കൾക്ക് ദൈവവിളി ലഭിക്കട്ടെ. ആ മക്കളെ പറഞ്ഞു വിടാനായിട്ടുള്ള വലിയ ഹൃദയത്തിൻ്റെ ഔദാര്യം ഇവിടെയുള്ള എല്ലാ മാതാപിതാക്കൾക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതോടൊപ്പം സിസ്റ്റർ അഞ്ജലിക്ക് ഭാവി സിസ്റ്ററിൻ്റെ തുടർന്നുള്ള റിട്ടയർമെൻറ്റ് ജീവിതം കൂടുതൽ അനുഗ്രഹമുള്ളതും മറ്റുള്ളവർക്ക് ഇനിയും കൂടുതൽ സംലഭ്യമാകുന്നതും അനുഗ്രഹമുള്ളതുമായി തീരാൻ ഇടവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. बन के तितली दिल उड़ा 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 है कहीं दूर। बन के तितली दिल उड़ा 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 है कहीं दूर। चल के खुशबू से जुड़ा 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 है कहीं दूर। हाथ से ये कैसे अनसुने से जैसे चूमे अंधेरों को कोई नूर। बन के तितली दिल उड़ा 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 है कहीं दूर। கருவாடு ஊற வச்ச சோறு
உப்பு கருவாடு ஊற வச்ச சோறு ஊட்டி விட நீ போதும் எனக்கு முத்தமிட்டு நெத்தியில மார்புக்கு மத்தியில செத்து விட தோணுதடி எனக்கு உப்பு கருவாடு ஊற வச்ச சோறு ஊட்டி விட நீ போதும் எனக்கு முத்தமிட்டு நெத்தியில மார்புக்கு மத்தியில செத்து விட தோணுதடி ദൈവത്തിൻ്റെ അനുഗ്രഹം വാങ്ങിക്കൊണ്ട് ആ അനുഗ്രഹത്തോടുകൂടി ദൈവത്തിൻ്റെ കയ്യൊപ്പോടുകൂടി താൻ ആയിരിക്കുന്ന ഇടങ്ങളിൽ ജീവിക്കുവാനായിട്ടാണ് ദൈവം ഓരോ സമർപ്പിതയെയും തിരഞ്ഞെടുക്കുന്നത്. ആ സമർപ്പണ ജീവിതത്തിൻ്റെ അർത്ഥവും ആഴവും ആഴത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ഈ ഇറവക സമൂഹത്തിൽ തൻ്റെ ജീവിതം മുഴുവനും സമർപ്പിക്കുവാനും കൊടുക്കുവാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ സന്തോഷത്തോടു കൂടി പറയുവാനായിട്ട് സാധിക്കും. അഞ്ജലി സിസ്റ്ററിൻ്റെ ജീവിതം അതായിരുന്നു. സിസ്റ്റർ അഞ്ജലി എന്നുള്ള പേര് തന്നെ സിസ്റ്ററിൻ്റെ ജീവിതം എന്തായിരുന്നു, ഇവിടെ എങ്ങനെയായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്നതാണ്. ആ നാമം പറയുന്നത് പോലെ തന്നെ സിസ്റ്ററിൻ്റെ ജീവിതവും നമുക്ക് വളരെയേറെ ലഭ്യമായിട്ടുള്ളതാണ്. നമുക്കൊന്ന് നോക്കാം സിസ്റ്റർ അഞ്ജലി എന്തായിരുന്നു എന്നുള്ളത്. അഞ്ജലി എന്നുള്ളതിൻ്റെ എ എന്ന് പറയുന്നത് തന്നെ അട്രാക്ഷൻ, നമ്മെ ഓരോരുത്തരെയും ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നത്, ഒപ്പം തന്നെ സഹോദരങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന, മറ്റുള്ളവരെ ആകർഷിക്കുന്ന ഒരു നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു അഞ്ജലി സിസ്റ്റർ. തീർച്ചയായിട്ടും നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ് സിസ്റ്റർ അഞ്ജലിയുടെ ജീവിതത്തിൻ്റെ ഈ പ്രത്യേകതകൾ. ഓരോ കുടുംബത്തെയും തൊട്ടറിയുവാനായിട്ട്, ഈ ഇടവകയുടെ ഓരോ മക്കളെയും അറിയുവാനായിട്ട്, അവരിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് സാധിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വം. വീണ്ടും നമ്മൾ കാണുന്നതാണ് അഞ്ജലി സിസ്റ്ററിൻ്റെ എ കഴിഞ്ഞു കഴിഞ്ഞാൽ കാണുന്നത് എന്നാണ്, നർച്ചർ. നർച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപോഷിപ്പിക്കുക, വളർത്തുക എന്നുള്ളതാണ്. താനായിരുന്ന ഇടങ്ങളിലെല്ലാം കുട്ടികളെയാകട്ടെ മുതിർന്നവരെയാകട്ടെ ഏത് മണ്ഡലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാലും അവരെയൊക്കെ വളർത്തുവാനായിട്ട്, പരിപോഷിപ്പിക്കുവാനായിട്ട്, അവരുടെ ജീവിതത്തിന് വേണ്ടത് നൽകുവാനായിട്ട് അഞ്ജലി സിസ്റ്ററിൻ്റെ ജീവിതത്തിന് സാധിച്ചിട്ടുണ്ട് എന്നെടുത്ത് പറയുവാനായിട്ട് സാധിക്കുന്നതാണ്. സ്കൂളുകൾ ആയിരുന്നു കഴിഞ്ഞാലും മതബോധന യൂണിറ്റിലായിരുന്നാലും കുട്ടികളെ ആദ്യ കുർബാനയ്ക്ക് പഠിപ്പിക്കുന്നിടത്തായാലും എവിടെയും കുട്ടികളെ വളർത്തുവാനായിട്ട്, അവരെ പരിപോഷിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നതോടൊപ്പം തന്നെ ഓരോ ഇടവകയിലെ കുടുംബങ്ങളുടെയും കാര്യത്തിലും അവരെ ഓരോരുത്തരെയും നന്നായി അറിഞ്ഞ് അവർക്ക് വേണ്ടത് നൽകുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്ന് എടുത്തു പറയുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. വീണ്ടും നമ്മൾ കാണുന്നതാണ് സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ നിഴലിച്ചു നിന്നാണ് ജയ എന്ന് പറയുന്ന ജോയ്. എപ്പോഴും വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് സിസ്റ്റർ അഞ്ജലി മറ്റുള്ളവരുടെ അടുത്തേക്ക് ഇടപെടുന്നതും അവരെ കാണുന്നതും. ആ ഒരു സന്തോഷം നമ്മളെപ്പോഴും അനുഭവിച്ചിട്ടുള്ളതാണ്. വളരെ ഉത്സാഹത്തോടു കൂടി രസകരമായിട്ട് മറ്റുള്ളവരുടെ ജീവിത പ്രശ്നങ്ങളിലേക്ക് കടന്നു നിന്നുകൊണ്ടാണെങ്കിലും അത് മനസ്സിലാക്കി അത് സാരമില്ല പോട്ടെ എന്ന് പറയുവാനായിട്ടും അവരെ സന്തോഷത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ടും സാധിച്ചിട്ടുണ്ട്. വീണ്ടും നമ്മൾ കാണുന്നതാണ് അറ്റൻഷൻ. മറ്റുള്ളവർക്ക് ശ്രദ്ധ കൊടുക്കേണ്ട പാതകളിൽ വരുമ്പോൾ ഒരിക്കലും അതിന് മാറി നിന്നിട്ടില്ല. എവിടെയാണോ ശ്രദ്ധ തനിക്ക് കൂടുതൽ വേണ്ടവരുണ്ടോ അവിടെയോട്ട് കടന്നു ചെല്ലുവാനായിട്ട്, പാവങ്ങളായിട്ട് വേദനിക്കുന്നവരുണ്ട്, വിഷമിക്കുന്നവരുണ്ട്, അങ്ങനെയുള്ളവരുടെ ഇടങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുവാനായിട്ട് അഞ്ജലി സിസ്റ്റർ പ്രത്യേകമായിട്ടുള്ള ഒരു കഴിവുണ്ടായിരുന്നു. ഇനി നമ്മൾ കാണുന്നതാണ് ജോ. നമ്മൾ കാണുന്ന ലവ്.
എപ്പോഴും വളരെ സ്നേഹത്തോടു കൂടിയിട്ടാണ് സിസ്റ്റർ മറ്റുള്ളവരുടെ കടങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നതും അവരെ സ്നേഹിക്കുന്നതും. ദൈവം കൊടുത്തിട്ടുള്ള ആ വലിയൊരു കഴിവ് നിർലോഭമായിട്ട് മറ്റുള്ളവരുടെ ജീവിതങ്ങളിലേക്ക് സിസ്റ്റർ പകർന്നു കൊടുത്തിട്ടുണ്ട്. മറ്റുള്ളവരെ സ്നേഹിക്കുവാനായിട്ട്, മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കുവാനും ആ സ്നേഹം അനുഭവിക്കുവാനായിട്ടാണ് സിസ്റ്റർ വളരെയേറെ സ്നേഹിച്ചും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ജീവിതത്തെ വളർത്തിയുമാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും അവസാനം കാണുന്ന അക്ഷരമാണ് ഐ, ഇൻ്റഗ്രിറ്റി. അതാണ് സമഗ്രത, സമ്പൂർണത എന്ന് പറയുന്നത്. സിസ്റ്ററിൻ്റെ ജീവിതം ദൈവത്തിന് സമ്പൂർണ്ണമായിട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ് എങ്കിൽ ആ സമ്പൂർണ്ണമായിട്ടുള്ള സമർപ്പണം ദൈവത്തിന് നൽകിയതോടൊപ്പം തന്നെ താനായിരിക്കുന്ന മണ്ഡലങ്ങളിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പോട് കൂടിയിട്ട് മറ്റുള്ള ഇടവകയിലെ ഓരോ ജനങ്ങളെയും സമ്പൂർണ്ണമായിട്ട് വളർത്തുവാനായിട്ട് തൻ്റെ ജീവിതം മാറ്റിവെക്കുന്നതാണ് നമ്മൾ കാണുന്നത്. വളരെ സന്തോഷമുണ്ട് അഞ്ജലി സിസ്റ്ററിൻ്റെ ജീവിതം ഈ മറ്റുള്ളവർക്ക് ഒരു വളർച്ചയായിട്ട് സമഗ്രമായിട്ട് മാറുന്നതിൽ കാണുന്നതിൽ. ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ മുഴുവനും ഈ സമയത്ത് വളരെ സന്തോഷത്തോടു കൂടി അഞ്ജലി സിസ്റ്ററിന് നന്ദി പറയുകയാണ്. ഇങ്ങനെ ഒരു നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ട് ജീവിക്കുവാനായിട്ട് സാധിച്ചിട്ടുള്ളതിൽ. തുടർന്നും ഞങ്ങളുടെ സമൂഹത്തിന് ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടാണ് സിസ്റ്ററിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. കൂടുതൽ തീർച്ചയായിട്ടും 19 വർഷം സിസ്റ്ററിൻ്റെ കൂടെ ജീവിക്കുവാനായിട്ട് സാധിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് സിസ്റ്ററിനെ മനസ്സിലാക്കുവാനും സിസ്റ്ററിൻ്റെ ഗുണങ്ങൾ എടുത്തെടുത്ത് പറയുവാനും എനിക്ക് സാധിച്ചിട്ടുള്ളത്. അഞ്ജലി സിസ്റ്ററിന് എല്ലാവിധ നന്മകളും നേരുകയാണ്. തുടർന്നും ദൈവത്തിൻ്റെ കയ്യൊപ്പോടുകൂടി കടന്നു ചെല്ലുന്ന ഏത് മേഖലകളിലും ജീവിക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. मेरा झुमका उठा के लाया यार वे, जो गिरा था बरेली के बाजार में। मैं तो ठुमका लगा के शर्मा गई, बोली घूम कर बता दे के मैं आ गई। मुझको लौटा के नाच ले, आजा नाच ले मेरी यार, तू नाच ले, झनक झनक झनकार। हो नाच ले मेरे यार, तू नाच ले, अब तो लौटा है बाजार। सबको बुला के नाच ले, आजा नाच ले मेरे यार, तू नाच ले, झनक झनक झनकार। हो नाच ले मेरे यार, तू नाच ले, अब तो लौटा है बाजार। नारे 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 नन्ना नारे 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 नन्नारे 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 नन्नारे। बरसो रे मेघा मेघा बरसो रे मेघा मेघा बरसो रे मेघा बरसो। बरसो रे मेघा मेघा बरसो रे मेघा मेघा बरसो रे मेघा बरसो। मीठा है कोसा है बारिश का बोसा है, कोसा है कोसा है बारिशों का बोसा है। मीठा है कोसा है बारिश का बोसा है, कोसा है कोसा है बारिशों का बोसा है। जल 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 थल जल थल जल जल जल
बोले चूड़िया बोले कंगना, हाय मैं हो गया तेरा साजना। तेरे बिन जियो नहीं यूं लगता मैं तो मर जावा। ले जा सोनिए ले जा दिल ले जा हो। नगाड़े संग ढोल बाजे धाय धाय धम धम धाय। नगाड़े संग ढोल बाजे धाय 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 धम धाय। हे धिन तड़ाक आजा उड़ के सराट पैरों से बीड़ी जरा खोल। नगाड़े संग ढोल बाजे धाय धाय धम धम धाय। नगाड़े संग ढोल बाजे धाय 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 धम धाय। अब चल आजा रे थर 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 हाँ कांपे थर थर हाँ डर डर जी से डर अब नाना। बागों में बोला रे बोला मोर बदला रे दिल का भूगोल। नगाड़े संग ढोल बाजे धाय धाय धम धम धाय। नगाड़े संग ढोल बाजे धाय 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 धम धाय। ഈ അവസരത്തിൽ ഒരു ട്രസ്റ്റി എന്നും മറ്റു ട്രസ്റ്റികളെ പ്രതിനിധീകരിച്ചുകൊണ്ടും ഇടവക പ്രതിനിധീകരിച്ചുകൊണ്ടും സിസ്റ്റർ അഞ്ജലിക്ക് നല്ലൊരു ആശംസ നൽകുവാൻ ഈ വേദിയിൽ എനിക്കൊരു അവസരം കിട്ടിയതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. കാരണം നേരത്തെ കൊച്ചച്ചൻ പറഞ്ഞ പോലെ കൊച്ചച്ചനൊരു വിദ്യാർത്ഥിയായിരുന്നു, ഞാനും സിസ്റ്ററിൻ്റെ ഒരു വിദ്യാർത്ഥിയായിരുന്നു. 22 വർഷം മുമ്പ് ചേറ്റുപുഴയിൽ നിന്ന് ഈ എറവടയിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ യൂണിറ്റിലായിരുന്നു ആ മഠം. അന്ന് സിസ്റ്റർക്ക് അറിയാം, നേരെ വരുന്ന മഠത്തിൽ വേറൊരു ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം സാപ്സ് കോൺവെൻറ്റ് അവർ ഏറ്റെടുത്തു. അവിടെ നിന്ന് യാത്രയായി വരുന്ന അന്ന് സിസ്റ്റർ സോഫി പെരപ്പാടൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ചേരുന്നത് നേരെ ഞങ്ങളുടെ യൂണിറ്റിലെ യൂണിറ്റിലായിരുന്നു അന്നത്തെ മഠം നിൽക്കുന്നത്. സിസ്റ്ററിൻ്റെ അന്ന് സിസ്റ്റർ ഞങ്ങളുടെ CLC ടീമിൻ്റെ അനിമേറ്ററായിരുന്നു. ഞാൻ സിസ്റ്ററിൻ്റെ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ ശിക്ഷണത്തിൽ വളരാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അന്നത്തെ ആ ടീമെന്ന് പറയാം, കാരണം ഞങ്ങളൊരു ചെറുപ്പക്കാർ ആ ഒരു യുഗമായിരുന്നു അന്ന്. അപ്പം ഞങ്ങളുടെ പിന്നാലെ ഇപ്പോഴും ഉണ്ടാവും, എവിടെ പോയാലും ആ വേദിയിൽ ഞങ്ങളെ എന്തോ ഒപ്പിക്കണമെന്ന് നോക്കി വെക്കും. വിറ്റസ്, ഡെലീഷ്, എൻ്റെ കൂട്ടുകാർ, നമ്മുടെ ഇടവേലയുള്ള എല്ലാ വിദ്യാർത്ഥികളും അന്ന് ചെറുപ്പക്കാരായിരുന്നു. ഞങ്ങളുടെ നല്ലൊരു മോട്ടിവേഷൻ, നല്ലൊരു എന്താ പറയുക, ഒരു മാതൃക. ആ മാതൃകയുടെ ഫലമായിട്ടാണ് കഴിഞ്ഞ കൊല്ലം ഞങ്ങളിവിടെ വേ ടു കാൽവരി എന്നൊരു പ്രോഗ്രാം അവതരിപ്പിക്കേണ്ടതായി. അന്നൊരു ദുഃഖവെള്ളിയാഴ്ച ഞങ്ങൾ വീണ്ടും ആ ഒരു 15-16 വർഷം മുമ്പായിരുന്നു, ആ ശിക്ഷണത്തിലായിരുന്നു ഞങ്ങളിവിടെ ദുഃഖവെള്ളിയിലെ ആ പ്രോഗ്രാം അവതരിപ്പിച്ചത്. അതിൻ്റെ അതേ തീക്ഷ്ണതയോടുകൂടി ഞങ്ങളുടെ സിസ്റ്റർ അഞ്ജലി സിസ്റ്റർ പഠിപ്പിച്ച ആ വിദ്യാർത്ഥികളിൽ അതേ ഫയറും അതേ തീക്ഷ്ണതയും ഉണ്ട്.
അന്ന് ഇവിടെ കണ്ട തീക്ഷ്ണത മാത്രമല്ല, അതിൽ പിന്നിലുള്ള വിദ്യാർത്ഥികൾ ഒരുപാട്, സിസ്റ്റർ പഠിപ്പിച്ച ഒരുപാട് വിദ്യാർത്ഥികളും അതിൽ പങ്കുചേർന്നിട്ടുണ്ട്. അതിൽ സിസ്റ്റർക്ക് അഭിമാനിക്കാം. ഇനിയിപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, വലിച്ചു നീട്ടുന്നില്ല. സിസ്റ്റർക്ക് ഇനി മുന്നോട്ട് പോകാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും ഉയരങ്ങൾ താണ്ടട്ടെ. ഇപ്പോൾ മറ്റു വിദ്യാർത്ഥികളെ സംസാരിച്ചപ്പോൾ 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയും, ആ സിസ്റ്റർ പോവാ, സമാധാനമായി. അപ്പം ചോദിച്ചാൽ അതെന്താടാ അങ്ങനെ? ഓ, ഒരു രക്ഷയില്ല, ഒരു പരിപാടി നടക്കില്ല. അപ്പോൾ അന്ന് ആ വിദ്യാർത്ഥികൾ ഇനി ഒരു 5-10 വർഷം, ഞങ്ങളെ പോലെ 15 വർഷം കഴിയുമ്പോൾ ഒന്ന് പറയും, സിസ്റ്ററിനെ കാണുമ്പോൾ സന്തോഷത്തോടുകൂടി ഓടിയെത്തും. സിസ്റ്ററെ സന്തോഷം. അപ്പോൾ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ ആ വാക്കുകൾ ഞാനിവിടെ ഉപസംഹരിക്കുന്നു. താങ്ക് ചിമിക്കി ചിമിക്കി പൊണ്ണ്, മിനുക്കി 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 കണ്ണ്, വെറുതെ അലയാട്ടോ, വാക്കിംഗ് ഒരു ചോക്ലേറ്റ് സെലയാട്ടോ. ഡസ്കി 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 റോസ്, ഹസ്കി 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 വോയിസ്, ഊരൽ അഴകാട്ടോ, ഊരുക്കുള്ള ഏഞ്ചൽ നടമാട്ടോ. എന്നെ കട്ടി ഇഴുത്തവ നീതാനേ, ഞാനും ഇപ്പൊ ഉനക്കൊരു ഫാനാനേ. என்ன வந்து ஒரசுற சாக்குல உயிரில தாக்குற பலவர தோல் மீனே. எக்கச்சக்க அழகனு நீதானே, கொஞ்சம் கொஞ்சம் பழகனு நானானே. அழக பழகிற கையில கரகிற மயில அமுதத்தை தெளிச்சானே. અને ભૂલો બધી વાત, પ્રેમની આ મૌસમ છે. अब आओ मेरे पास, रह जाओ मेरे साथ, प्रेमनी आ मौसम છે. હોઈ ગઈ રાત અને ભૂલો બધી વાત, પ્રેમની આ મૌસમ છે. अब आओ मेरे पास, रह जाओ मेरे साथ, प्रेमनी आ मौसम છે. मुझको अगर साथ तेरा, तो भूलूं मैं सारा जहां. Buenos días, arriba, ¿qué pasa? മകനെ പൊന്മകനെ മുത്തായവനെ, നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ, കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ, ഞങ്ങൾ കണ്ണനായി വന്നവനെ. ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്ന
தும்பிட்டு நெல்ல இருட்டில் சிட்டி வாழும் ராஜாவுக்கு எல்லாரும் சொல்ல இவனை தொழுவானாயும் ஜனத்திரக்க காலம் எடுத்து வச்சால் சொர்க்கம் போலும் மன்னர்கள் നമുക്കറിയാം കഴിഞ്ഞ 25 വർഷക്കാലം ഈ ഇടവകയുടെ നിറസാന്നിധ്യമായി സമസ്ത മേഖലകളിലും തൻ്റെ കയ്യൊപ്പ് ചാർത്തിയ ബഹുമാനപ്പെട്ട സിസ്റ്റർ അഞ്ജലിയുടെ യാത്രയയപ്പ് സമ്മേളനമാണ്. ഏതൊരു യാത്രയയപ്പ് സമ്മേളനവും അത് അതിൻ്റേതായിട്ടുള്ള ചില വിഷമതകൾ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഇവിടെ നമുക്കറിയാം സന്യസ്ത ജീവിതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഇടവകയുടെ സേവനം കിട്ടുക എന്ന് പറയുന്നത് 1 വർഷം അല്ലെങ്കിൽ 2 വർഷം, ബഹുമാനപ്പെട്ട അച്ഛന്മാരാണെങ്കിൽ മാക്സിമം 3 വർഷം. പക്ഷേ ഇന്ന് സിസ്റ്റർ അഞ്ജലി നമ്മുടെ സ്കൂളിലൊരു അധ്യാപിക എന്ന നിലയിൽ കഴിഞ്ഞ 25 വർഷക്കാലം സ്തുത്യർഹമായ സേവനം നമ്മുടെ ഇടവകയ്ക്ക് അധ്യാപനത്തിനേക്കാൾ ഉപരി ഈ ഇടവകയുടെ സമസ്ത മേഖലകളിലും അദ്ദേഹം വളരെയധികം പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. അത് ഏത് മേഖലകളിലായാലും നമുക്കറിയാം, കുട്ടികളുടെ കാര്യത്തിലായാലും നമുക്കറിയാം 25 വർഷക്കാലം പാരിഷ് ബുള്ളറ്റിൽ കുട്ടികളുടെ പങ്ക്തി എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളുടെ പങ്ക്തി എഴുതിയ കുട്ടികളുടെ സിസ്റ്റർ അഞ്ജലി. നമുക്കറിയാം നമ്മുടെ ഈ ആദ്യ കുർബാന സ്വീകരണത്തിന് ഈ 25 വർഷക്കാലവും അവർക്ക് വിശ്വാസത്തിൻ്റെ പരിശീലനം നൽകിയ കുട്ടികളുടെ സിസ്റ്റർ അഞ്ജലി. അതിന് അപ്പുറത്തേക്ക് കടന്ന് യുവാക്കളുടെ, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ യുവജന സംഘടനകളുടെയും ആനിമേറ്ററായി പ്രവർത്തിച്ച സിസ്റ്റർ അഞ്ജലി ഇപ്പോൾ ACC ക്ലാസ്സുകളിൽ നമുക്കറിയാം തുടക്കം വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് സിസ്റ്റർ അഞ്ജലിയുടെ ക്ലാസ്സിൽ വളരെയധികം കുട്ടികൾ പഠിക്കുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. അപ്പോൾ യുവതിവാക്കളുടെ സിസ്റ്റർ അഞ്ജലി ഇപ്പോൾ അതിനേക്കാളും മുകളിലേക്ക് പോന്നു കഴിഞ്ഞാൽ മാതൃസംഘത്തിൻ്റെ ആനിമേറ്ററായി പ്രവർത്തിച്ചുകൊണ്ട് മാതൃസംഘത്തിൻ്റെ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഒരു വക്താവായി നിൽക്കുന്ന സിസ്റ്റർ അഞ്ജലി. അതിനേക്കാൾ അപ്പുറത്തേക്ക് കിടപ്പ് രോഗികളായാലും അതുപോലെ തന്നെ മറ്റുള്ള മേഖലകളിലേക്ക് പോയാലും നമുക്കറിയാം അവിടെയും സിസ്റ്റർ അഞ്ജലിയുടെ കയ്യൊപ്പ്. അതുപോലെ തന്നെ സമസ്ത മേഖലകളിലും നമുക്കറിയാം നമ്മുടെ പാവപ്പെട്ടവരെ സഹായിക്കുന്ന കാര്യത്തിലായാലും അങ്ങനെ നിരവധി മേഖലകളിൽ ഈ ഇടവകയിൽ കഴിഞ്ഞ 25 വർഷക്കാലം സ്തുത്യർഹമായ സേവനം ചെയ്തുകൊണ്ട് ഇന്ന് അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകുകയാണ്. തീർച്ചയായിട്ടും ഒരു കേന്ദ്ര സമിതി കൺവീനർ എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷക്കാലം പ്രവർത്തിക്കുമ്പോഴും അദ്ദേഹം കേന്ദ്രസമിതി അല്ലെങ്കിൽ കുടുംബ സമ്മേളന യൂണിറ്റുകൾക്ക് ചെയ്തു തന്ന സേവനം ഇവിടെ എടുത്തു പറയേണ്ടതാണ്. കാരണം എല്ലാ ഞായറാഴ്ചകളിലും കുടുംബസമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് എല്ലാ യൂണിറ്റുകളിലേക്ക് യാത്ര ചെയ്യുന്ന സിസ്റ്റർ അഞ്ജലിയെ നമുക്ക് അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ 25 വർഷക്കാലം ഈ യൂണിറ്റുകൾക്ക് നൽകിയ സേവനത്തിന് ഒരു കേന്ദ്ര സമിതി കൺവീനർ എന്ന നിലയിൽ പ്രത്യേകം ഈ അവസരത്തിൽ നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല.
നമുക്കറിയാം ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് സിസ്റ്റർ അഞ്ജലി ഈ മേഖലകളിൽ നിന്ന് മറ്റൊരു മേഖലകളിലേക്ക് കടന്നു പോകുമ്പോഴും അദ്ദേഹത്തിന് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കട്ടെ. അതിന് തീർച്ചയായിട്ടും ഈ ഇടവകയുടെ പ്രാർത്ഥന അനിവാര്യമാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രാർത്ഥന സിസ്റ്റർ അഞ്ജലിയോടൊപ്പം ഉണ്ടാകും എന്ന് വാക്ക് നൽകിക്കൊണ്ട് ഇവിടെ ഈ യാത്രയയപ്പ് സമ്മേളനം ഇത്രയും മനോഹരമായി അതുപോലെ തന്നെ കളർഫുള്ളായി ആഘോഷമാക്കി മാറ്റിയ എല്ലാ യൂണിറ്റ് ഭാരവാഹികൾക്കും എല്ലാ യൂണിറ്റുകൾക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. मेरे होठों से धुआंधार निकलती है जो बोली, जैसे जैसे बंदूक की गोली। मेरे तेवर में है तहजीब की रंगीन रंगोली, जैसे जैसे हो ईद में होली। मेरे होठों से धुआंधार निकलती है जो बोली, जैसे जैसे बंदूक की गोली। मेरे तेवर में है तहजीब की रंगीन रंगोली, जैसे जैसे हो ईद में होली। मेरे जीवन की दशा थोड़ा रस्तों का नशा, थोड़ी मंजिल की प्यास है, बाकी सब फर्स्ट क्लास है, बाकी सब फर्स्ट क्लास है, बाकी सब फर्स्ट क्लास है, हाँ कसम से बाकी सब फर्स्ट क्लास है। gonna get it तेरे हाथ कभी ना पानी, माने ना माने कोई दुनिया ये सारी मेरे इश्क की है दीवानी। Hey you, I know you want it but you're never gonna get it तेरे हाथ कभी ना आनी, माने ना माने कोई दुनिया ये सारी मेरे इश्क की है दीवानी। अब दिल करता है हाले हाले से मैं तो खुद को गले लगाऊं, किसी और की मुझको जरूरत क्या, मैं तो खुद से प्यार जताऊं। What's my name? What's my name? What's my name? My name is Sheila, Sheila की जवानी। I'm too sexy for you, मैं तेरे हाथ ना आनी। ना 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 Sheila, Sheila की जवानी। I'm too sexy for you, मैं तेरे हाथ ना आनी। ലത്തിരി പുത്തിരി കത്തിച്ചു കൽവിലെ തേനലിക്കണ രാവ്, രാവിന്റെ ചോട്ടിലെ മുത്തഴകത്തൊരു മാല ചുടണ റോള്, മാറിന്റെ കൽവിലെ ആനന്ദം മുത്തുന്ന ചെഞ്ചേറും മുഞ്ചുള്ള നാള്, ഓളുന്ന പത്തക്ക് താവിന്റെ ചുട്ടില് ഓനെഴുതുന്നൊരു രാവ്. രാവോളാണേ രാവോനാണേ ഇൻസന്നൂരിൽ നിന്നോരാണേ, ഓരോരുത്തരും ഓരോരുത്തരും ആലങ്ങളിൽ നാനാത്തരം, തഞ്ചത്തില് താളത്തില് കാനൂത്തിന് പാടുന്നൊരു ഓളത്തില് കൂട്ടായിട്ടാടാനയാളുണ്ടോ, ഓളിഞ്ഞോ നിന്നൊരു വ്യത്യാസവുമില്ലെന്നത് ഇനിയുള്ളൊരു കാലത്ത് കാണാലോ ബാക്കിയുള്ളത്. One top la, I'm Madura,
ओम जिमाम जिमाम बिंग बिंग बो तन सस्ते न से तार चिपक गई छाती से ओम जिमाम बिंग बिंग बो तन सस्ते न से तन तार है ढीली कौन कसे 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 ट्रेन की बत्तियां बुझा के बस ट्रिप लैंड दो வடக்கே கேட்டு பாரு என்ன பத்தி சொல்லுவா பாம்பே அல்வா போலே என் பேரத்தான் நெல்லுவா வடக்கே கேட்டு பாரு என்ன பத்தி சொல்லுவா பாம்பே அல்வா போலே என் பேரத்தான் நெல்லுவா எவனும் ஏறலாமா கோடம் வகம் பசுன்னு இவத ரஜநகம் சிறிடுவா ஹிசுன்னு மல்லிகா நீ கடிச்சா நெல்லிக்கா போலி நிப்பா பஞ்சன நீ விரிச்சா பாட்டுத்தான் படிச்சிருப்பா கொஞ்சனா கொஞ்ச கொஞ்ச கொம்புத்தேன் படிச்சிருப்பா புடிச்சா வச்சிக்கையா மனசுல தெச்சிக்கையா வெடிச்சா வெள்ளரிக்கா வேண்டாத ஆள் இருக்கா மை டியர் டார்லிங் ஒன்னு மல்லிகா கூப்பிடுறா ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം തരള മധുര മുരളിയുണര് പ്രണയഭരിത കവിതയുണര് മനസ്സു നിറയും അതുല ഹരിത മതമഹോത്സവം വരവീണകൾ മൃദുവാണികൾ മതമൊടു തിരുവടി തൊഴുതട് ശ്രുതിചേരണ മലിമോണതിൽ അനുപദമഴകായി മതിമുഖി മമ സഹിമയിൽ നടയിവളുടെ നടനം ജമാനം ജോത്തെ ഗിനാവത്തിരികാത്തെ ചെത്തില് ചുങ്കില് പാർത്തെ വന്നോരും വാങ്ങേ പോന്നോനും വാങ്ങേ വന്നോനും തീർന്നേ തിജിരണ്ടായോൻ കാങ്ങേ തെളിവാനം കണ്ടേ അണിവോടത് കൊണ്ടേ അറവാതില് പണിയാനൊരു അരവാതിൽ കണ്ടേ പറയാനതിലുണ്ടേ എരിവേറിയതുണ്ടേ കിബിറാണത് പലതാണത് കിസയായതിലുണ്ടേ തന്നെ കനവില് കാത്തു നിന്നേ അതിലലിഞ്ഞാറ്റി നിന്നേ കണിമണി നോക്കി നിന്നേ പതിവതിലേറിക്കൊണ്ടേ കുളിരതിലേറി നിന്നേ പല പല പാതയെന്നോളം പണി വലിയായി നിന്നേ ചേട്ടാ രംഗൻ ചേട്ടാ എങ്ങനെയാ ഇത്ര സെറ്റപ്പ് ആയത്? എടാ മോനെ നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ തുമ്പിട്ട് നെല്ല് ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും സുല്ല് ഇവനെ തൊഴുവാനായും ജനത്തിരക്ക് കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും മണ്ണൽ വീട്
25 വർഷം ഈ ഇടവകയിൽ സേവനം ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിലെ ഒരു അംഗമായി എല്ലാവരും കണ്ടു എന്ന് വ്യക്തമാണ്. എൻ്റെ അപ്പൻ മരിച്ചിട്ട് അമ്മ മരിച്ചിട്ടും അത് വയ്യാതെ കിടക്കുന്ന സമയത്തൊക്കെ അഞ്ജലി സിസ്റ്റർ വന്ന് പ്രാർത്ഥിക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അമ്മ 24 വർഷവും അപ്പൻ 23 വർഷവുമായി മരിച്ചിട്ട്. ഇപ്പോഴും എൻ്റെ ബന്ധുക്കൾ ചോദിക്കും ആ സിസ്റ്റർ ഇപ്പോഴും അവിടെ ഉണ്ടോയെന്ന്. അഞ്ജലി സിസ്റ്ററിൻ്റെ പേരൊന്നും അവർക്ക് അറിയില്ലെങ്കിലും ബോംബെയിലും ബാംഗ്ലൂരും കോയമ്പത്തൂരും ഒക്കെയുള്ള എൻ്റെ സഹോദരങ്ങൾ ഇപ്പോഴും ചോദിക്കും ആ സിസ്റ്റർ അവിടെ ഉണ്ടോ എന്നുള്ളത്. സിസ്റ്റർ ഈ ഇടവകയിൽ ശുശ്രൂഷ ചെയ്തിട്ട് ഒരു 600 വീടുകളൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് സിസ്റ്റർ ഇവിടെ വന്നത്. ജോൺ അയ്യങ്കാനയുടെ കാലഘട്ടത്തിൽ. ഇപ്പോൾ ഇരട്ടി വീടുകളായി. ഏതൊരു വീടിനെ കുറിച്ച് എന്ത് ചോദിച്ചാലും സിസ്റ്റർ അറിയില്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഞാൻ യൂണിറ്റ് പ്രസിഡൻ്റ് ആയിരുന്ന സമയത്ത് തിരുനാളിൻ്റെ സമയം വരുമ്പോൾ ചില ആളുകൾ അടഞ്ഞു നിൽക്കും. അപ്പോൾ സിസ്റ്ററിനെ വിളിക്കും. കാനായിലെ കല്യാണ വിരുന്നിലെ കുറവ് പരിഹരിച്ച പരിശുദ്ധ അമ്മയെ പോലെ സിസ്റ്റർ വന്ന് ആ ഇടഞ്ഞവരെയൊക്കെ മെരുക്കി തിരുനാളിന് സജ്ജമാക്കും. അതുപോലെ പല സംഘടനകളിലും ഇതുപോലെ തന്നെ. ഞാൻ ഏകോപന സമിതി കൺവീനർ ആയതുകൊണ്ട് പല സംഘടനകളിലും സിസ്റ്റർ ഇതേ സിസ്റ്റം തന്നെ നടപ്പാക്കുകയാണ്. അപ്പോൾ ചിതറിപ്പോയ ശിഷ്യഗണങ്ങളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ പരിശുദ്ധ അമ്മ പ്രാർത്ഥിച്ചതുപോലെ പരിശുദ്ധ അമ്മയുടെ ആ സൽഗുണങ്ങൾ അഞ്ജലി സിസ്റ്റർ സ്വന്തം ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ബൈബിൾ അധിഷ്ഠിതമായൊരു ജീവിതം ഇവിടെ നയിച്ചതുകൊണ്ടാണ് അഞ്ജലി സിസ്റ്ററിനെ എല്ലാവർക്കും ഇത്ര കാര്യമായത്. ഒരു മാമോദിസ, ആ മാമോദിസ കഴിഞ്ഞാൽ കുട്ടി ആദ്യ കുർബാന സ്വീകരണം, വിവാഹം, അവരുടെ കുട്ടിയുടെ മാമോദിസ, ഇതിനൊക്കെ സിസ്റ്റർ സാക്ഷിയായിട്ടുണ്ട്. ഒരച്ഛന്മാർക്കും ഇവിടെ അതിനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. കഴിഞ്ഞ ഞായറാഴ്ച നമുക്കിവിടെ ആദ്യ കുർബാന സ്വീകരണം ആയിരുന്നു. 46 കുട്ടികളുടെ ആദ്യ കുർബാന സ്വീകരണം നടക്കുക. അപ്പോൾ വെള്ളിയാഴ്ച ഇവിടെ കുമ്പസാരം നടന്നു. അപ്പോൾ പരിശുദ്ധ കുർബാനയ്ക്ക് എഴുന്നള്ളിച്ച് വെച്ച് മാതാപിതാക്കൾ അവിടെ പ്രാർത്ഥിക്കണം. അപ്പോൾ ഒരുത്തൻ ബൈക്കും ഇരുന്നിട്ട് മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കുക. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇവിടെ മാറിയിട്ടുണ്ട്. ഞങ്ങളുടെ പിള്ളേരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചില ആളുകൾ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ സിസ്റ്റർ വന്നിട്ട് അവരോട് കർശനമായിട്ട് പറഞ്ഞു, ബൈക്കുമ്പോൾ കയറി ഇരുന്നിട്ടാണോ ഇത് ചെയ്യുന്നത്? പോയി പള്ളിയകത്ത് കയറിയിരിക്കുക. ഇത് കണ്ടിട്ടല്ലേ കുട്ടികൾ വളരെ കർശനമായിട്ട് പറയേണ്ട കാര്യം കൃത്യമായിട്ട് പറയാൻ സിസ്റ്ററിനറിയാം. അപ്പോൾ സിസ്റ്റർ ഇനി കൽപ്പറ്റയിലേക്ക് പോകുമ്പോൾ കുറച്ചധികം പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും കൂടുതൽ സമയം കിട്ടട്ടെ. പോകുന്ന സ്ഥലങ്ങളിലെല്ലാം പരിശുദ്ധമ്മയുടെ ചൈതന്യം വിതറിക്കൊണ്ട് പ്രകാശമായി രൂപാന്തരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഇന്ന് പന്തക്കുസ്ത തിരുനാളാണ്, പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ നിറഞ്ഞ സിസ്റ്റർ ചെല്ലുന്നിടത്തൊക്കെ ആ വരദാനങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റടുക്കെ വന്നടുക്കും വെമ്പറന്നോളെ, സമ്മതമോ കന്മതമോ നിൻകട കണ്ണിൽ. കട്ടെടുത്തോ കട്ടെടുത്തോ എൻ കിനാവും നീ, കണ്ടെടുത്തോ വീണ്ടെടുത്തോ എൻ വിചാരം നീ. മനസമ്മത പൂനിൻ കൊതിപ്പോ കണ്ണിടുമ്പോൾ കുമ്പിടുമ്പോൾ ആ ചിന്നാരം കാലിക്കൊള്ളാൻ ഞാൻ. എൻ്റടുക്കെ വന്നടുക്കും പെമ്പറന്നോളെ, സമ്മതമോ കന്മതമോ നിൻ കടക്കണ്ണിൽ. കട്ടെടുത്തോ കട്ടെടുത്തോ എൻ കിനാവും നീ, കണ്ടെടുത്തോ വീണ്ടെടുത്തോ എൻ വിചാരം നീ. മനസമ്മത പൂനിൻ കൊതിപ്പൂ കണ്ണിടുമ്പോൾ കുമ്പിടുമ്പോൾ ആ ചിന്നാരം കാതിൽ ചൊല്ലാൻ ഞാൻ.
പൊൻകനവിൽ ചന്ദ്രികയിൽ നീന്തി വരും അന്നക്കിളി കൊഞ്ചലാണ് നീയും നിന്റെ ഗീതകവും. ഓ പൊന്തി വരും പൊൻകനവിൽ ചന്ദ്രികയിൽ നീന്തി വരും അന്നക്കിളി കൊഞ്ചലാണ് നീയും നിന്റെ ഗീതകവും. കുഞ്ഞിമണി കുന്നിറങ്ങി ചെന്നിറങ്ങും താഴ്വരയിൽ നിന്നെ കാത്തു നിന്നിരുന്നു ചെന്തളിരും മുന്തിരിയും. ಎಂಟೆಟುಕೆ ವನ್ನಡುಕುಂ ಪೆಂಬರನ್ನೋಳೆ ಸನ್ಮತಮೋ ಕನ್ಮದಮೋ ನಿನ್ ಕಡ ಕಣ್ಣಿಲ್. குந்திருக்கும் பெண்புகையில் வெஞ்சரிப்ப நின்னழகு காத்திருக்கும் வீடனிக்கு ஸ்வர்க்கமல்லே. பொன்னகில குந்திருக்கும் வெண்புகையில் வெஞ்சரிப்ப நின்னழகு காத்திருக்கும் வீடனிக்கு ஸ்வர்க்கமல்லே. നിന്നിഴല് സഞ്ചരിക്കും വീതിയെന്ന സ്നേഹപദം കണ്ടടത്തിലെങ്ങും എങ്ങും മിന്നിടുന്നു നിന്റെ മുഖം. ಎಂಟೆಟುಕೆ ವನ್ನಡುಕುಂ ಪೆಂಬರನ್ನೋಳೆ സമ്മതമോ കന്മതമോ നിൻ കട കണ്ണിൽ. കട്ടെടുത്തോ കട്ടെടുത്തോ എൻ കിനാവും നീ കണ്ടെടുത്തോ വീണ്ടെടുത്തോ എൻ വിചാരം നീ. മനസമ്മതപ്പൂ നിൻ കൊതിപ്പൂ തന്നിടുമ്പോൾ കുമ്പിടുമ്പോൾ ആ കിന്നാരം കതിൽ ചൊല്ലാൻ ഞാൻ. എറവ് ഇടവക സമൂഹം ബഹുമാനപ്പെട്ട സിസ്റ്റർ അഞ്ജലിക്ക് യാത്ര അയപ്പ് നൽകുന്ന ഈ ധന്യ മുഹൂർത്തത്തിൽ ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെയും പേരിലും ഞാൻ ഉൾപ്പെടുന്ന ഓക്കാം സഭയിലെ സെൻറ്റ് തോമസ് പ്രൊവിൻസിൻ്റെ പേരിലും ചേറ്റുപുഴയുള്ള കാർമസദൻ ആശ്രമത്തിൻ്റെയും ഒപ്പം ഇടവയുടെയും പേരിലുള്ള യാത്രാമംഗളങ്ങളും നന്ദിയും ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. 2000-ലാണ് ഞാൻ ചേറ്റുപുഴ വരുന്നത്. അന്ന് റോയിയച്ഛൻ എനിക്ക് പരിചയം, അവിടെ നമ്മുടെ ഒളരിയിലെ കൊച്ചച്ഛൻ. റോയിയച്ഛൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ഉണ്ടോ അവിടെ ഒരു ആഘോഷങ്ങളാണ്. എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ ആ ഒരു നേരത്തെ പാഠം തന്നെയാണ് ഇന്ന് എങ്ങനെ വളരെ മനോഹരമായിട്ടുള്ളൊരു കാര്യം നടത്തുവാനായിട്ട് ഇടവന്നിട്ടുള്ളത്. അച്ഛൻ ഇവിടെ ഇടവകാരിയായിട്ട് വന്നതിന് ശേഷം കുറേ മാറ്റങ്ങൾ ഞങ്ങൾ പെട്ടെന്ന് ശ്രദ്ധിക്കാറുണ്ട്. ഇന്ന് പന്തക്കുസ്ത ദിനമാണ്. അപ്പോൾ ഈ കപ്പൽപ്പള്ളി എവിടെയും ഫേമസ് ആയിട്ടുള്ളതാണ്. ഇനിയും ഇതിനേറെ കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ളൊരു തീരുമാനവുമായിട്ടാണ് ബഹുമാനപ്പെട്ട റോയിച്ചൻ വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ദിവസം പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്, ആത്മാവിൻ്റെ നിറവിനാൽ ഈ ഇടവക സമൂഹം ഒന്നായി നിൽക്കുവാനും ഏത് കാറ്റും കോളും തിരകളും വന്നാൽ പോലും മറിയാത്ത ഈ കപ്പൽ പോലെ തന്നെ അച്ഛൻ്റെ നേതൃത്വത്തിൽ ഈ ഇടവക സമൂഹം ഏറ്റവും ശക്തമായിട്ട് ഒറ്റക്കെട്ടായിട്ട് ഒരുമയോട് മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അഞ്ജലി സിസ്റ്ററിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇതുവരെയും ഒരു സിസ്റ്ററിന് ഇടവക സമൂഹം ഇത്ര വലിയൊരു യാത്രയിൽ നടക്കണം ഞാൻ കണ്ടിട്ടില്ല. അച്ഛന്മാർക്കാണെങ്കിൽ പോലും ഇത്രയധികം ആൾക്കാർ തിങ്ങി നിറഞ്ഞ ഒരു യാത്രയപ്പ് കാണാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് യാത്രയപ്പ് കൊടുക്കുമ്പോൾ 25 വർഷം ഇവിടെ സേവനം ചെയ്ത് നിങ്ങളുടെയൊക്കെ ഹൃദയങ്ങളിൽ പിടിച്ചു പറ്റിയുള്ള സ്ഥാനം എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് വായിക്കാനായിട്ട് സാധിക്കും. ഞാൻ പറയുക, സിസ്റ്ററിനെ യാത്രയപയോഗമെന്ന് പറയരുത്. കാരണം നിങ്ങൾക്ക് സിസ്റ്ററിനെ യാത്രയാക്കാൻ പറ്റില്ല. 25 വർഷം കൊണ്ട് നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ ജീവിതങ്ങളിൽ,
നിങ്ങളുടെ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച ബഹുമാനപ്പെട്ട അഞ്ജലി അമ്മയ്ക്ക് അവിടെ പോകാൻ പറ്റും, നമ്മുടെ ഹൃദയം വിട്ട്. അപ്പം അതുകൊണ്ട് ഇതൊരു യാത്രയോപയോഗമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ഹൃദയങ്ങളുടെ സിസ്റ്റർ ഉണ്ട് എന്ന് ഉറക്കെ പറയുന്ന ഒരു യോഗമായിട്ടാണ് എനിക്ക് ഈ യോഗത്തെ തോന്നുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഏകോപന സമിതി കൺവീനർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് 25 വർഷം കൊണ്ട് ഈ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും കുടുംബാംഗങ്ങളെയും വ്യക്തമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയായിട്ട് മാറിക്കഴിഞ്ഞു സിസ്റ്റർ. മാത്രമല്ല ഈ ഇടവകയിൽ ഒരു സങ്കട മുഹൂർത്തത്തിൽ, ഒരു സന്തോഷ മുഹൂർത്തത്തിൽ, അങ്ങനെ ഏതൊരു മുഹൂർത്തം വന്നാലും അവിടെ ബഹുമാനപ്പെട്ട അഞ്ജലി അമ്മയുടെ സാന്നിധ്യം ഉണ്ട്. അതിന് വ്യക്തമായ തെളിവാണ് ഇത്രയധികം പേരിന്ന് ഇവിടെ വന്നിരിക്കുന്നത്. എനിക്ക് പരിചയം 2000-ലാണ്. ഞാൻ 2000-ൽ ചേറ്റുപുഴ കർമ്മസദന ആശ്രമത്തിൻ്റെ സുപ്പീരിയറായിട്ട് വരുന്ന അവസരത്തിലാണ് ബഹുമാനപ്പെട്ട അഞ്ജലി സിസ്റ്ററിനെ പരിചയപ്പെടുന്നത്. അഞ്ജലി സിസ്റ്ററിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയേ ഉള്ളൂ, ഒരു പരസ്യമുണ്ട്, ലൈഫോ എവിടെയുണ്ടോ അവിടെയുണ്ട് ആരോഗ്യം എന്ന് പറഞ്ഞ പോലെ അഞ്ജലി സിസ്റ്റർ എവിടെയുണ്ടോ അവിടെ ഒരു സന്തോഷവും തൃപ്തിയും ആഘോഷ. കാരണം വന്ന് എവിടെ പോകുന്നു അവിടെയൊക്കെ ആഘോഷങ്ങൾ. അതായത് ഏത് ആ വ്യക്തികളെ കണ്ടെത്തി കഴിഞ്ഞാലും ഏത് സ്ഥലത്ത് ചെന്നാലും അവിടെ ഹൃദയങ്ങളെ കിടക്കാനും അവിടെ ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുവാനായിട്ട് എപ്പോഴും അഞ്ജലിയമ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതുവരെ ഞാൻ 25 വർഷം, അത് 2000-ലാണ് കണ്ടത്, 24 ജൂബിലി വർഷം ആരംഭിക്കുക കണ്ടതിൻ്റെ. പക്ഷേ ഇപ്പോഴും വലിയ മാറ്റങ്ങളൊന്നും കാണാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. അപ്പോൾ റിട്ടയർ ആയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് പ്രായം പറയാറില്ല, പ്രായം ഒരു നമ്പറാണ്. പക്ഷേ ആളെ കണ്ടു കഴിഞ്ഞാൽ പ്രായം നമുക്ക് ഒട്ടും പറയാണ്ട് സാധിക്കില്ല. അപ്പം എന്തുതന്നെയായാലും ഇന്ന് യാത്രയയപ്പ് ഘോഷം നടത്തുമ്പോൾ ഞങ്ങളുടെ പേരിലുള്ള, പ്രത്യേകിച്ച് ഇടവകയുടെ പേരിലുള്ള ആശംസകൾ ഞാൻ നേർന്നിട്ടുണ്ടാകും. ഞാൻ ഉൾപ്പെടുന്ന സന്യാസ സമൂഹത്തിൻ്റെയും പ്രൊവിൻസിൻ്റെ പേരിലുള്ള ആശംസ നേരുക. ഈ ഇടവകയിൽ നിന്ന് ഞങ്ങളുടെ സഭയിലേക്ക്, ഞങ്ങളുടെ പ്രൊവിൻസിലേക്ക് 2 അച്ഛന്മാരാണുള്ളത്. ഫ്രാൻസിസ് പാവട്ടിക്കാരൻ്റെ അച്ഛനും അതുപോലെ നമ്മുടെ സിജോ പാവട്ടിക്കാരൻ്റെ അച്ഛനും. ഞങ്ങളുടെ പ്രൊവിൻസിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള വൊക്കേഷൻ പ്രൊമോട്ടറായിരുന്നു ഈ ഇടവകയിൽ അഞ്ജലി അമ്മ. കാരണം സിജോ അച്ഛൻ്റെ പട്ടം കൊടുക്കുന്ന അവസരത്തിൽ ആണ്ട് സുധാ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, അതായത് ഈ ഇടവകയിലെ ഈ അച്ഛൻ്റെ വൊക്കേഷൻ പ്രൊമോട്ടർ, അതായത് സഭയിലേക്ക് പിടിച്ചുകൊണ്ട് വന്നത് അഞ്ജലി അമ്മയെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇടവകയുടെ വൊക്കേഷൻ പ്രൊമോട്ടറായിരുന്നു ഞങ്ങൾക്ക് വേണ്ടിയുള്ളത്. അഞ്ജലി അമ്മ പോകുമ്പോൾ ബാക്കിയുള്ളവർ അതിൻ്റെ ഉത്തരവാദിത്വം ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ കുട്ടികളൊക്കെ സെമിനാരികളിലേക്കൊക്കെ പോകുന്ന സമയമാണ്. ആരെങ്കിലുമൊക്കെ 10ാം ക്ലാസ്സോ കഴിഞ്ഞ് +2 കഴിഞ്ഞ് താല്പര്യമുണ്ടെങ്കിൽ അഞ്ജലി അമ്മ അവരെ കണ്ടെത്തുന്നതായിരിക്കും ഞങ്ങൾക്ക് തരാൻ വേണ്ടി, വേറെ വിടാൻ വേണ്ടിയിട്ടല്ലോ. അപ്പോൾ അങ്ങനെയെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ആശ്രമത്തിലേക്ക്, ഞങ്ങളുടെ പ്രൊവിൻസിലേക്ക് കൃത്യമായ സ്വാഗതം ആശംസിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഞ്ജലി അമ്മ ഇവിടുന്ന് യാത്രയാകുന്നത് മറ്റൊരു ഇവരുടെ വലിയ പ്രസ്ഥാനങ്ങളിലേക്കാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു കൊണ്ട് തന്നെയാണ് അഞ്ജലി അമ്മയ്ക്ക് സ്ഥാനങ്ങൾ കിട്ടാതെ പോയത്. കാരണം പ്രൊവിൻഷ്യലായി കഴിഞ്ഞാൽ, ജനറാളമൊക്കെ ആയിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകണം. അപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ അതിനുള്ള സാധ്യത കുറവാണ്. തോന്നുന്നു ഇനി നമ്മളിവിടുന്ന് യാത്രയാക്കുമ്പോൾ പിന്നീട് ചില അച്ഛന്മാർ യാത്രയാക്കി ബിഷപ്പ്മാരൊക്കെ ആയിട്ട് വരുന്നു എന്ന് പറഞ്ഞ പോലെ അഞ്ജലി അമ്മ ഇവിടുന്ന് യാത്രയായി കഴിയുമ്പോൾ തിരിച്ച് ചിലപ്പോൾ പ്രൊവിൻഷ്യലമ്മയും ജനറാളമ്മയൊക്കെ ആയിട്ട് വരാനായിട്ട് സാധ്യതകൾ ഉണ്ട്. അത് ഒരു ശുഭപ്രതീക്ഷ തന്നെയാണ്. എനിക്ക് ഏകദേശം ഉറപ്പുള്ളൊരു കാര്യം കൂടിയാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് യാത്രയാകുമ്പോൾ ഞങ്ങളുടെ പ്രൊവിൻസിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നതോടൊപ്പം തന്നെ ജീവിതത്തിലെ എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേരുകയാണ്. ഇന്ന് പന്തക്കുസ്ത ദിനത്തിലെ ആത്മാവ് സ്ലിഹന്മാരെ നയിച്ച പോലെ ഇനിയും ഏറെ നന്മകൾ ചെയ്യാനായിട്ട് പരിശുദ്ധാത്മാവ് നിറവുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി. Come now, follow my lead. Come now, follow my lead.
സ്വരപ്പെടുത്തിയോരോ നിറത്തിലുള്ള സംഗീതം രസരാഗം വിവിധമതിഗാഠം പ്രകൃതിയുടെ നാദം പ്രണയമയമാനന്ദം ലയമേകം സമഭാവം ശുഭഗീതം ഓരോ ഋതുവിനുള്ളിലാരോ സ്വരപ്പെടുത്തിയോരോ നിറത്തിലുള്ള സംഗീതം രസരാഗം വിവിധമതിഗാഠം പ്രകൃതിയുടെ നാദം പ്രണയമയമാനന്ദം ലയമേകം സമഭാവം ശുഭഗീതം. ഗ്രീഷ്മം ചുടുവെയിലാടി കൊതിപ്പെടുത്തും ലവര കനൽ ചുരത്തും സംഗീതം പൂക്കും ഇലവും മരം ചോക്കും മനസ്സ് മതഗന്ധം വിതച്ചരച്ചുമാലേയം വേനൽ പുഴയൊഴുകി പ്രേമാർദ്രമായി തെളിഞ്ഞ കണ്ണാടി പോൽ മിന്നും നീരോട് ലയമേകം സമഭാവം ശുഭഗീതം ഓരോ ഋതുവിനുള്ളിലാരോ സ്വരപ്പെടുത്തിയോരോ നിറത്തിലുള്ള സംഗീതം രസരാഗം വിവിധമതിഗാഠം പ്രകൃതിയുടെ നാദം പ്രണയമയമാനന്ദം ലയമേകം സമഭാവം ശുഭഗീതം. സ്കൂളിൽ മലയാളം അധ്യാപികയായിട്ട് ചുമതലയേൽക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ അരിമ്പൂർ ഹൈസ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നല്ല രീതിയിൽ തന്നെ നേതൃത്വം വഹിക്കുകയും സഹകരിക്കുകയും ചെയ്ത സിസ്റ്റർക്ക് സ്കൂളിൻ്റെ പേരിലുള്ള പ്രത്യേക നന്ദി അർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം പ്രതിനിധി യോഗത്തിലെ ആയിരുന്ന കാലഘട്ടത്തിലെല്ലാം ഇടവകയുടെ നട്ടെല്ലായ പ്രതിനിധി യോഗത്തിൻ്റെ ആയിരുന്ന കാലങ്ങളിലെല്ലാം സിസ്റ്ററുടെ സജീവമായ പങ്കാളിത്തമുണ്ട് എന്ന് എനിക്ക് വ്യക്തമായി അറിയാം. ഇടവകയിലെ വിശുദ്ധ കുർബാന അർപ്പണം ഒഴികെ ബാക്കി എല്ലാ മേഖലകളിലും കൈവച്ചിട്ടുള്ള സിസ്റ്റർ അഞ്ജലി എല്ലാ സംഘടനകൾക്കും മുൻപ് പ്രാസംഗികർ പറഞ്ഞതുപോലെ തന്നെ എല്ലാ മേഖലകളിലും ഇപ്പോൾ കേന്ദ്ര സമിതിയുടെ പ്രസിഡൻ്റായിട്ടും ഏകോപന സമിതി കൺവീനറായിട്ടും സിസ്റ്റർ അഞ്ജലിക്ക് പ്രവർത്തിക്കാമായിരുന്നു. കാരണം എല്ലാ സംഘടനകളുടെയും വേദപാഠത്തിന് പ്രത്യേകിച്ചും അങ്ങനെ പ്രവർത്തിച്ച സിസ്റ്റർ അഞ്ജലി 25 വർഷം എറവ് ദേശത്തിന് സേവനം അനുഷ്ഠിച്ചതിന് ശേഷം ഇവിടെ നിന്നും ഔദ്യോഗിക റിട്ടയർമെൻ്റ് ഉള്ളതുകൊണ്ട് ഇവിടെ നിന്നും പോകാനാണ് സാധ്യത. ഭാവി ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും ഇടവകയ്ക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നന്ദിയും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഉദിച്ച ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ, നിനക്കു വെണ്ണിലാവു പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു തന്നില്ലേ തന്നില്ലേ. ഉദിച്ച ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ, നിനക്കു വെണ്ണിലാവു പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു തന്നില്ലേ തന്നില്ലേ. താരകങ്ങൾ കണ്ണുവച്ച പാരിജാതമല്ലേ, താഴെന്റെ കൂടെ നഞ്ഞ പഞ്ചവർണ്ണമല്ലേ, തങ്കമെന്റെ കൺകവർണ്ണ പുണ്യം നീ എനിക്ക് മുത്താരം മുത്തല്ലേ, ഉദിച്ച ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ നിനക്ക് വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്ന് കല്ലുമാല വാങ്ങണം കണ്ണെടുത്ത് വേണം, ആ കണ്ണെടുത്തിൽ
ആയിരം വർണ്ണവില്ല് വേണം ആയിരം പിരാവിൽ ഇന്ന് മുത്തങ്ങൾ താ ആയിരം കിട്ടിക്കൊണ്ടു മുത്തങ്ങൾ താ അഴകിൻ താഴ്വാരം അലിയുമി സംഗീതം തുണയായി നീ പോരുമോ കാറ്റിൻ സല്ലാപം കുളിരുന്ന കൂടാരം മടിയിൽ ഞാൻ വീഴുമോ ഹൃദയങ്ങളൊന്നു ചേരും ഉദയങ്ങളായി മാറും തിരമാല വന്നു മൂടും അലയാഴി ഉള്ളിലാടും താരകങ്ങൾ കണ്ണുവെച്ച പാരിജാതമല്ലേ താഴേന്റെ കൂടെ നഞ്ഞ പഞ്ചവർണ്ണമല്ലേ തങ്കമഞ്ച് കൺകവർണ്ണ പുണ്യം നീ എനിക്ക് ഉദിച്ച ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ് നിനക്ക് വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു അലയും മേഘത്തിൻ വിരഹവുമായി നിന്റെ അരികിൽ നിൽക്കുന്നു ഞാൻ കാണാദീപങ്ങൾ കതിരിടും മോഹങ്ങൾ കനകം ചെയ്യുന്നുവോ വിരിയാത്ത പൂക്കളില്ല ഒഴുകാത്ത രാഗമില്ല കരയാത്ത കണ്ണുകളില്ല കനിയാത്ത ദൈവമില്ല താരകങ്ങൾ കണ്ണുവെച്ച പാരിജാതമല്ലേ താഴേന്റെ കൂടെ നഞ്ഞ പഞ്ചവർണ്ണമല്ലേ തങ്കമെന്റെ കൺകവർണ്ണ പുണ്യം നീ എനിക്ക് ഉദിച്ച ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ നിനക്ക് വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു ഇടവകയുടെ ഏറ്റവും ജീവനാഡിയായിട്ടുള്ള സംരംഭമാണ് മതബോധന രംഗം. ആ മതബോധന രംഗത്ത് 25 വർഷക്കാലം ഒരു കാവൽ മാലാഖയായിരുന്നു സിസ്റ്റർ അഞ്ജലി. കുട്ടികൾക്ക് തെറ്റുകളിലേക്ക് വീഴാവുന്ന പ്രായം, യുവത്വത്തിൻ്റെ ACC ക്ലാസ്സുകൾ, അതൊക്കെ തന്നെ ഏറ്റവും ഭംഗിയായി 15 വർഷക്കാലം ACC ക്ലാസ്സുകൾ സിസ്റ്ററാണ് നയിച്ചത്. സിസ്റ്റർ വന്നപ്പോൾ 7ാം ക്ലാസ് ആയിരുന്നു മതബോധനത്തിലെ സിസ്റ്റർ ആദ്യമായി ഉണ്ടായത്. പിന്നെ 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും. അതിനുശേഷമാണ് 15 വർഷക്കാലം ACCയിൽ സിസ്റ്ററിൻ്റെ സേവനം ഉണ്ടായത്. നമ്മുടെ രൂപതയിൽ തന്നെ ACC ക്ലാസ്സുകളിൽ ഏറ്റവും കൂടുതൽ 80ഓളം വിദ്യാർത്ഥികളാണ് നമ്മുടെ ഇടവകയിൽ പഠിക്കുന്നത്. അതിൻ്റെ മുഖ്യ ആകർഷകം നമുക്കറിയാം, ഇന്നത്തെ യുവജനങ്ങളോട് വെറുതെ പാഠപുസ്തകം മാത്രം പറഞ്ഞിരുന്നാലൊന്നും അവർക്ക് ക്ലാസ്സിലിരിക്കാനൊന്നും താല്പര്യമുണ്ടാകില്ല. അവരിൽ ഒരാളായി ഇറങ്ങിച്ചെന്ന് അവരുടേതായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് എല്ലാവർക്കും എല്ലാമായി തീർന്നതുകൊണ്ട് മാത്രമാണ് ഇത്രയും അധികം വിദ്യാർത്ഥികൾ, അതും ഏറ്റവും സന്തോഷത്തോടു കൂടെ ACC ക്ലാസ്സുകളിൽ വരുന്നത്. എൻ്റെ മകനും ഇപ്പോൾ ACCയിലാണ്, സിസ്റ്ററിൻ്റെ ശിക്ഷണത്തിലാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടെ തന്നെ
സിസ്റ്ററിനെ കുറിച്ച് പറയുകയുണ്ട്. ഒരു അധ്യാപികയായി സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം മതബോധന രംഗത്ത് നമ്മുടെ ദേവാലയത്തിലും ശുശ്രൂഷ ചെയ്യുന്നു. ഒരു അധ്യാപികയെ സംബന്ധിച്ച് ഏറ്റവും ഗുണം ഉണ്ടായിരിക്കേണ്ടത് വെറുതെ പാഠപുസ്തകം പഠിപ്പിച്ചത് കൊണ്ടായില്ല. എല്ലാ കുട്ടികളിലും ഓരോ കഴിവുകളുണ്ട്. ആ കഴിവ് എന്താണെന്ന് കണ്ടെത്തലാണ് ഒരു നല്ല ഒരു അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ്റെ കടമ. അപ്പോൾ നമ്മുടെ ഇടവകയിലെ ഓരോ കുട്ടികളെയും അവരുടെ കഴിവുകൾ കണ്ടെത്തി അവരെ ഉന്നതിയിലേക്ക് എത്തിക്കാനായിട്ട് സിസ്റ്റർക്ക് സാധിച്ചിട്ടുണ്ട്. സിസ്റ്ററിൻ്റെ ഈ കാലയളവിൽ 2 പ്രാവശ്യം ACCക്ക് നമ്മൾക്ക് 10ാം റാങ്ക് ലഭിക്കുകയുണ്ടായി. യുവജനങ്ങളോടൊപ്പം ആയിരുന്നത് കൊണ്ട് തന്നെ സിസ്റ്ററിനെ എപ്പോഴും നമ്മൾ നോക്കിയാൽ ആ യുവത്വം അത് കാണാനായിട്ട് സാധിക്കും. മാതാപിതാക്കളോടൊപ്പമായിട്ടുള്ള മാതൃവേദിയോടൊപ്പം ആയതുകൊണ്ട് തന്നെ ഒരു മാതൃവാത്സല്യവും സിസ്റ്ററിൽ എപ്പോഴും കാണാനായിട്ട് സാധിക്കും. സർക്കാരിൻ്റെ റിട്ടയർമെൻറ്റ് പ്രായം എന്നുള്ള ഒരു പരിധി കൊണ്ട് മാത്രമാണ് സിസ്റ്റർക്ക് ഇവിടെ നിന്ന് യാത്രയാകേണ്ടത് വരുന്നത്. എനിക്ക് തോന്നുന്നു ഇനി എങ്ങാനും സർക്കാർ 1 വർഷം കൂടി റിട്ടയർമെൻറ്റ് പ്രായം നീട്ടിക്കൊടുത്താൽ 1 വർഷം കൂടി സിസ്റ്ററിനെ നമുക്ക് ലഭിക്കുമല്ലോ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്ത് തന്നെയായാലും തൻ്റെ ഈ ഇടവകയിലെ ഓട്ടം പൂർത്തിയാക്കിക്കൊണ്ട് നല്ലവണ്ണം യുദ്ധം ചെയ്തു. തൻ്റെ ഓട്ടം നല്ലവണ്ണം ഇവിടത്തെ പ്രവർത്തനത്തിൽ പൂർത്തിയാക്കി. പുതിയ മേച്ചിൽപ്പുറമായ കൽപ്പറ്റയിലും അവിടെയും വിദ്യാർത്ഥികളുടെ കാവൽ മാലാകയായിട്ട് തന്നെയാണ് സിസ്റ്റർ പോകുന്നത്. അവിടുത്തെ ഹോസ്റ്റലിൻ്റെ ചാർജും കുട്ടികളുടെ ചാർജുമാണ് സിസ്റ്റർക്ക് ലഭിച്ചിട്ടുള്ളത് എന്നറിയുന്നു. അപ്പോൾ ഈ നീണ്ട 25 വർഷക്കാലം മതബോധന രംഗത്ത് സിസ്റ്ററിൻ്റെ ആ ഓജസ്സുള്ള ആ പ്രവർത്തനവും ധീരമായ കാൽവെപ്പുകളും ഒക്കെ ഈ മതബോധന യൂണിറ്റിലെ ഒരു അംഗം എന്ന നിലയിൽ ഞങ്ങൾ സ്മരിക്കുന്നു. സിസ്റ്റർക്ക് ഇനിയുള്ള ജീവിതത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും ഭാവങ്ങളും നേർന്നുകൊണ്ട് മതബോധന യൂണിറ്റിൻ്റെ പേരിലുള്ള എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അഞ്ജലി 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 മിന്നും കനി അംഗം താൻ തങ്കക്കനി അമ്മമ്മ പിള്ളൈക്കനി അംഗം താൻ തങ്കക്കനി പൊന്മണി ചിന്ന ചിന്ന കൺമണി മിന്ന മിന്ന കൊഞ്ചിട കൊഞ്ചിട ഒരു കണ്ണീനി പുന്നക സിന്തിട ഒരു പൊന്നേനി നിത്തവും തന്നിട സിരപ്പൂവേനി കൺപടും കൺപടും ഇന്ന പൊന്നേനി അഞ്ജലി 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 ചിന്ന കൺമണി 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 അഞ്ജലി 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 മിന്നും മിന്മിനി 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 ചിന്നത്തി പൊരി കൊഞ്ചലെ ചിരി കൊട്ടിത്താ തിരികെ വലുതായ കുഞ്ഞിളമേ കളിവാക്ക് ചൊല്ലിടണേ പണ്ട് കണ്ണു പൊത്തിക്കളി പന്ത് തട്ടിക്കളി എന്ന പോലെ ഇന്നത്തെ കണ്ണുരുട്ടിക്കളി കാത് പൂട്ടിക്കളി അന്ന് പോലെ കളിയൂഞ്ഞാലിലെ കള്ളനിലാഞ്ഞു മേലെ ചെന്ന് വരാന്ന് പാഞ്ഞു പാഞ്ഞു തേഞ്ഞു നാഞ്ഞു പോയ കാലമേ പിള്ളത്തരമേ നീ കുളമാണി പിള്ളത്തരമേ നീ കുളമാണി രാവോളാണേ രാവോനാണേ ഇൻസന്നൂരിൽ നിന്നോരാണേ ഓരോരുത്തരും ഓരോരുത്തരും ആലങ്ങളിൽ നാനാത്തരം തഞ്ചത്തില് താളത്തില് കാനോത്തിന് പാടും ഒരു ഓളത്തില് കൂട്ടാകിട്ടാടാനയാളുണ്ടോ ഓളിനോ നിന്നൊരു വ്യത്യാസവുമില്ലെന്നത് ഇനിയുള്ളൊരു കാലത്ത് കാണാലോ ബാക്കിയുള്ളത് മരന്റെ കൽവില് കാണുന്ന മുത്തുന്ന ചെഞ്ചറ മഞ്ഞുള്ള നാളെ വളർന്ന പത്തിക്ക് താവിന് ചൂട്ടിന് പോലെ
किनारे तो खाली पड़े नानी नानी बगली ने नाना एवा सपना नी रेत वाली डगली ने तोफानो तराप मारे हाले साओ हापी जाए तो जेनी हिम्मत ने आम नहीं हापे एवो खारबो खलासी एवो हाडे नो प्रवासी एवो खारबो खलासी एवो हाडे नो प्रवासी गोतिलो 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 પોતાના જ દરિયામાં પોતાની જ ડૂબકીથી જાતનું અમૂલ મોતીલો ए पति जे मजामा खाली વાવટા તજામાં એવો હાડીનો પ્રવાસી ગોતિલો એવું કોણ છે ખલાસી બને ઓકે ભૈયા કોણ છે પ્રવાસી બને હાય હાય હૈયા કોણ છે ખલાસી બને લઈ જા નૈયા તમે ગોતિલો એવું કોણ છે ખલાસી બને ઓકે ભૈયા કોણ છે પ્રવાસી બને હાય હાય હૈયા કોણ છે ખલાસી બને લઈ જા નૈયા കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ തുമ്പിട്ട് നെല്ല് ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും സുല്ല് ഇവനെ തൊഴുവാനായും ജനത്തിരക്ക് കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും മണ്ണപ്പേട് അണ്ണൻ തനി നാടൻ പോലെ മല്ലുമിനാക്കി അണ്ണൻ തനി നാടൻ പോലെ മല്ലുമിനാക്കി വീട്ടു പേ ചरण उठावो वॉल्यूम थोड़ा बढ़ावो हाथों का यो बनावो बस ट्रिप करते जावो बस ट्रिप करते ओम जिमाम बिंग बिंग बो तन सस्ते न से तार चिपक गई छाती से ओम जिमाम बिंग बिंग बो तन सस्ते न से तन तार है ढीली कौन कसे 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 रेड की बत्तियां बुझा के बस ट्रिप लैंड दो सस्ते न से ए लूप में ट्यून बजा के थोड़ा हिट होने दो दुनिया दी परवाह कदे नहीं करीदा खुश होके जीना ना कि सड़ मरीदा कहते हैं इसको जी ओपी शोपी या ओजी करते हैं सब मौजी हम इसके खोजी ओम जिमाम बिंग बिंग बो സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും ഒരു ആശംസ അർപ്പിക്കുമ്പോൾ ഇത് എൻ്റെ മാത്രം ഒരു കടമയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അഞ്ജലി സിസ്റ്ററിനെ കൊണ്ട് ഏറ്റവും ഗുണം ലഭിച്ചിട്ടുള്ളത് നമ്മുടെ HS അരിമ്പൂരിനാണ്. കാരണം ഞാൻ 10-17 വർഷം മുന്നേ ഒളരിയിൽ നിന്ന് അരിമ്പൂർക്ക് വരുമ്പോൾ HS സ്കൂൾ അരിമ്പൂർ ഗവൺമെൻറ് സ്കൂൾ എന്നായിരുന്നു എൻ്റെ ധാരണ. പക്ഷേ ഇത്തരം വ്യക്തിത്വങ്ങൾ ആ സ്കൂളിൽ ഉണ്ട് എന്നറിഞ്ഞപ്പോഴും അവിടെ നിന്ന് നമ്മുടെ കാരണവന്മാർക്കറിയാം 25 വർഷം മുന്നേ HS സ്കൂളിൻ്റെ ഒരു അവസ്ഥ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗുഡ് വില്ല്, അതിൻ്റെ ഒരു പ്രൗഢി, അതിൽ നിന്നും എന്തുമാത്രം മാറ്റം ഇന്നത്തെ കാലത്ത് HS സ്കൂളിന് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഇത്തരം വ്യക്തിത്വങ്ങൾക്ക് പ്രത്യേകിച്ച് സമർപ്പിതർക്ക് വലിയ പങ്കുണ്ടെന്ന് സ്കൂൾ കമ്മിറ്റി വിശ്വസിക്കുന്നു. നമുക്കറിയാം വിജയ ശതമാനത്തിലും അതുപോലെ തന്നെ പഠന മികവിലും നമ്മുടെ ഇപ്പോൾ സ്കൂളിൽ +1 അഡ്മിഷൻ്റെ ഫോമുകളൊക്കെ ഫില്ല് ചെയ്യുമ്പോൾ വിവേകോദയം, കാൽഡിയൻ, അലോഷ്യസും ഒക്കെ കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ കുട്ടികൾ സെലക്ട് ചെയ്യുന്നത് HS അരിമ്പൂരാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതിൻ്റെ കാരണം ഇത്തരം വ്യക്തിത്വങ്ങൾ ആ സ്കൂളിൽ വന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് സ്കൂളിനുണ്ടായിട്ടുള്ള സൽപ്പേരിലുള്ള മാറ്റങ്ങൾ, അത് നമ്മുടെ ഇടവക വളരെയധികം സിസ്റ്ററിന് നന്ദി അർപ്പിക്കുകയാണ് ഈ അവസരത്തിൽ. അതുപോലെ തന്നെ ഇത്തരം വ്യക്തിത്വങ്ങളെ ആ സ്കൂളിൽ ജോലി ചെയ്യാൻ അന്നത്തെ തീരുമാനമെടുത്ത അന്നത്തെ മാനേജർക്കും അന്നത്തെ സ്കൂൾ കമ്മിറ്റിക്കും അന്നത്തെ പ്രതിനിധി യോഗത്തിനും അന്നത്തെ ഇടവക ജനത്തിനും ഒരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ടും
സിസ്റ്ററിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി. താങ്ക് യു സിസ്റ്റർ.